യഹൂദരുടെയും ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും ഉൽപ്പത്തി ചരിത്രത്തിൽ ഒരുപോലെ പവിത്രമാണെന്ന് സങ്കല്പിക്കപ്പെടുന്ന നഗരമാണ് ജെറുസലേം. എന്നാൽ വിരോധാഭാസം എന്ന് തന്നെ പറയാം, ജെറുസലേമിനോളം നിരന്തര സംഘർഷങ്ങൾക്ക് ഭൂമികയായിട്ടുള്ള മറ്റൊരു നഗരവും ഈ ലോകത്തിൽ കാണുകയില്ല. ആ ജെറുസലേം നഗരത്തിലെ ഏറ്റവും ഗരിമയാർന്ന കെട്ടിടങ്ങളിലൊന്ന് പിങ്ക് ലൈംസ്റ്റോണിൽ പണിതീർത്ത കിങ് ഡേവിഡ് ഹോട്ടലിൻ്റെതാണ്. 1931 വിഖ്യാത ഈജിപ്ഷ്യൻ യഹൂദ ബാങ്കറായ എസ്ര മൊസേറിയാണ് സിയോൺ മലയിലേക്ക് വ്യൂ കിട്ടുന്ന വിധത്തിൽ ഇങ്ങനെ കൊട്ടാരതുല്യമായ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ പണിതീർത്തത്. കമ്മീഷൻ ചെയ്യപ്പെട്ട അന്നു തൊട്ട് തന്നെ കിങ് ഡേവിഡ് ഹോട്ടലിന് ചരിത്രത്തിലുണ്ടായിരുന്നത് കേവലം ഒരു ലക്ഷറി വാസസ്ഥാനം എന്ന റോളല്ല. 20-ാം നൂറ്റാണ്ടിൽ പാലസ്തീനിൽ അരങ്ങേറിയിട്ടുള്ള സകല കോളിളക്കങ്ങൾക്കും മൂകസാക്ഷിയായിരുന്നു അത്. 1931 കൊട്ടാര വിപ്ലവത്തെ തുടർന്ന് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട സ്പാനിഷ് രാജാവായ അൽഫോൺസോ 13 അഭയം തേടി അന്ന് ബ്രിട്ടന്റെ നിയന്ത്രണത്തിലായിരുന്ന പലസ്തീനിലെത്തിയപ്പോൾ കഴിഞ്ഞത് ഇതേ കിങ് ഡേവിഡ് ഹോട്ടലിലാണ്. അതൊരു തുടക്കം മാത്രമായിരുന്നു. വരും വർഷങ്ങളിലും പലായനം ചെയ്തെത്തുന്ന സ്ഥാനഭ്രഷ്ടരായ പല രാജാക്കന്മാർക്കും ഹോട്ടൽ ആതിഥേയത്വം വഹിച്ചു. 1936 ഇറ്റാലിയൻ അധിനിവേശത്തെ തുടർന്ന് എത്യോപ്യൻ ചക്രവർത്തി ഹെയ്ലി സലാസി അവിടെ അഭയം തേടിയിരുന്നു. അതുപോലെ 1942 നാസികൾ ഗ്രീസ് കീഴടക്കിയപ്പോൾ കിങ് ജോർജ് രണ്ടാമനും പ്രാണരക്ഷാർത്ഥം ഓടി വന്ന് ഒളിച്ചത് ഇവിടെ തന്നെയായിരുന്നു. ബ്രിട്ടീഷ് മാൻഡേറ്റ് കാലത്ത് ഈ ഹോട്ടൽ കെട്ടിടത്തിന്റെ സദേൺ ബ്ലോക്ക് മൊത്തമായി കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്തിരുന്നു. അതോടെ കിങ് ഡേവിഡ് ഹോട്ടൽ കെട്ടിടമായി ബ്രിട്ടീഷ് അധീന പലസ്തീന്റെ ഔദ്യോഗിക അധികാര കേന്ദ്രം. ഒപ്പം പാലസ്തീൻ ട്രാൻസ്ജോർദാൻ ബ്രിട്ടീഷ് സേനകളുടെ ഹെഡ്ക്വാർട്ടേഴ്സും അവിടെ തന്നെയായിരുന്നു. ജൂലൈ 22 ഇതേ കിങ് ഡേവിഡ് ഹോട്ടലിലേക്ക് സയനിസ്റ്റ് ഒളിപ്പോർ സംഘമായ ഇർഗുണിലെ ചില അംഗങ്ങൾ അറബ് തൊഴിലാളികളുടെയും ഹോട്ടൽ വെയിറ്റർമാരുടെയും വേഷത്തിൽ നുഴഞ്ഞു കയറി പ്രധാന കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ അതീവ രഹസ്യമായി ചില സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു. മിനിറ്റുകൾക്കകമുണ്ടായ ഉഗ്ര സ്ഫോടനത്തിൽ ഹോട്ടലിന്റെ സദേൺ വിങ്ങിന്റെ പടിഞ്ഞാറ് ഭാഗം തകർന്ന് തരിപ്പണമായി. പേർ തൽക്ഷണം മരിച്ചു. 50ഓളം പേർക്ക് ഗുരുതരമായ പരിക്കുകളേറ്റു. പലസ്തീനിലെ ബ്രിട്ടീഷ് മാൻഡേറ്റ് കാലത്ത് ബ്രിട്ടീഷ് സൈന്യത്തിന് നേരെ സയനിസ്റ്റ് തീവ്രവാദികൾ അന്നോളം നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ തീവ്രവാദ ആക്രമണമായിരുന്നു അത്. അങ്ങനെ ഒരു ആക്രമണത്തിനു പിന്നിൽ കൃത്യമായ ഒരു ഗൂഢലക്ഷ്യമുണ്ടായിരുന്നു. ഹഗാനിയും ഇർഗുനും തമ്മിൽ ഒളിവിലും മറവിലും ഉണ്ടായിരുന്ന രഹസ്യബന്ധങ്ങളെക്കുറിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ വേണ്ടി 1946 ജൂൺ 26 നടത്തപ്പെട്ട സീക്രട്ട് ഓപ്പറേഷനായ ഓപ്പറേഷൻ അഗതയ്ക്കിടെ ബ്രിട്ടീഷ് കമാൻഡോ സംഘം പിടിച്ചെടുത്ത രഹസ്യരേഖകൾ നശിപ്പിക്കുക, സയനിസ്റ്റ് മിലിറ്റന്റുകൾ പലസ്തീനിൽ നടത്തുന്ന കുറ്റകൃത്യങ്ങൾ പലതും തുറന്നുകാട്ടിയ ബ്രിട്ടന്റെ നടപടിക്ക് പ്രതികാരം ചെയ്യുക എന്നതൊക്കെ ആയിരുന്നു ഇങ്ങനെയൊരു ബോംബാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കാരണങ്ങൾ. അതുവരെ ലീഗ് ഓഫ് നേഷൻസിൽ നിന്ന് കിട്ടിയ മാൻഡേറ്റും കെട്ടിപ്പിടിച്ച് പരോക്ഷമായി ഇസ്രായേലിന്റെ ഹിതം മാത്രം സംരക്ഷിച്ചുകൊണ്ട് പലസ്തീന്റെ മണ്ണിൽ തുടർന്നു പോയിരുന്ന കൊളോണിയൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ കാര്യങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനത്തിന് റഫർ ചെയ്ത് സ്ഥലം കാലിയാക്കാൻ പ്രേരിപ്പിച്ചത് അവിചാരിതമായി നടന്ന ഈ ഭീകരാക്രമണമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പരിഗണനയ്ക്ക് കാര്യങ്ങളുടെ തീരുമാനം എത്താൻ കാരണം പലസ്തീൻ എന്ന ഭൂഭാഗത്തെ ചൊല്ലി അതിനു മുമ്പുള്ള പതിറ്റാണ്ടുകളിൽ അവിടേക്ക് കൂട്ടക്കുടിയേറ്റങ്ങൾ നടത്തി തങ്ങളുടേതായിട്ടുള്ള ഹോംലാൻഡ് സ്ഥാപിച്ചെടുത്ത യഹൂദരും ആ പ്രദേശത്ത് നൂറ്റാണ്ടുകളായി താമസമുണ്ടായിരുന്ന അറബ് വംശജരും തമ്മിലുണ്ടായ അവകാശ തർക്കങ്ങളാണ്. അതിന്റെ ഇസ്രായേലി പരിപ്രേക്ഷ്യം നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ കണ്ടു കഴിഞ്ഞു. ആ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ പലസ്തീന്റെ അറബ് പക്ഷത്തു നിന്നുള്ള ചരിത്രം കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. നിരന്തരമായ വേട്ടയാടലുകളിൽ നിന്ന് രക്ഷപ്പെട്ടോടി പാരമ്പര്യ ഭൂമിയിൽ വന്ന് കുടിയേറാൻ ആഗ്രഹിച്ച യഹൂദരും തലമുറകളായി തങ്ങളുടെ പൂർവികർ അനുഭവിച്ചു പോന്നിരുന്ന ഭൂമിയിലേക്കുള്ള ജൂത അധിനിവേശങ്ങളെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കാൻ ശ്രമിച്ച പലസ്തീനി അറബ് വംശജരും തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട കുടിപ്പകയുടെ കഥ. സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ഒരു കൂട്ടരുടെ തത്രപ്പാടും കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകാതിരിക്കാനുള്ള മറുപക്ഷത്തിന്റെ പ്രയത്നങ്ങളും ചേർന്ന് പലസ്തീനിൽ നടത്തിയിട്ടുള്ള ജീവമരണ പോരാട്ടങ്ങളുടെ കഥ അത് വല്ലാത്തൊരു കഥയാണ്.
പലസ്തീനിലെ ഒറിജിനൽ നേറ്റീവ്സ്, അതായത് അവിടെ ആദ്യകാലം മുതൽ ഉണ്ടായിരുന്നവർ ആയിരുന്നോ ഇന്നത്തെ പലസ്തീനികൾ എന്നത് ഏറെക്കാലമായി വിവാദാസ്പദമായി നിൽക്കുന്ന ഒരു ചോദ്യമാണ്. ഹീബ്രു ബൈബിളിൽ പറയുന്നത് കാനാൻ ദേശത്തെ ആദിമ നിവാസികൾ യഹൂദരായിരുന്നു എന്നാണ്. എബ്രഹാമിന്റെ സന്തതി പരമ്പരകൾ പല കാലങ്ങളിൽ പല കാരണങ്ങളാൽ അവിടെ വിട്ട് പലയിടങ്ങളായി അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ വിധിക്കപ്പെട്ട് ഒടുവിൽ അവർ സ്വന്തം ജന്മദേശത്തേക്ക് മടങ്ങി വരികയായിരുന്നു എന്നതാണ് ഇതിലെ യഹൂദ പരിപ്രേക്ഷ്യം. ഫിലിസ്ത്യർ എന്നൊരു പേരും ഹീബ്രു ബൈബിളിൽ പലയിടത്തായിട്ട് നമുക്ക് കാണാം. ആ സാഹിത്യത്തിൽ പറയുന്നത് BC 12-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈജിയൻ കടൽ താണ്ടി കാനാൻ ദേശത്തേക്ക് എത്തി യഹൂദ ജനതയുമായും പിന്നീട് പലപ്പോഴായി കാനാൻ ഭരിച്ച റോമാക്കാരുമായും ഒക്കെ നിരന്തര വൈരത്തിൽ പുലർന്നിരുന്ന കൂട്ടരാണ് ഈ ഫിലിസ്ത്യർ എന്നാണ്. അങ്ങനെ വന്നെത്തി മധ്യധരണ്യായുടെ കിഴക്കൻ തീരഭൂമിയായ ലെവന്റിന്റെ തെക്കേ തീരത്ത് കുടിയേറിയ ഈ ഫിലിസ്തീനയുടെ പിന്മുറക്കാർ തന്നെയാണ് ഇന്നത്തെ പലസ്തീനികളെന്ന് യഹൂദർ പറയും. ആ വരവിനുള്ള തെളിവുകൾ ആർക്കിയോളജിയിൽ തന്നെ ഉണ്ട് എന്നാണ് യഹൂദരുടെ വാദം. BC 12-ാം നൂറ്റാണ്ടിലെ ചില പുരാതന ഈജിപ്ഷ്യൻ ശിലാലിഖിതങ്ങളിലും, ഉദാഹരണത്തിന് നൈൽ നദിയുടെ പടിഞ്ഞാറൻ കരയിലുള്ള മദീനത്ത് ഹെബു എന്ന റാംസസ് മൂന്നാമന്റെ ശവകുടീരത്തിൽ കൊത്തിവെച്ചിട്ടുള്ള ശിലാലിഖിതങ്ങളിൽ നമുക്ക് ആ പേര് കാണാം. ഈ ശിലാലിഖിതങ്ങളിൽ ഫിലിസ്തീനെ സൂചിപ്പിക്കുന്ന വാക്ക് പെലിസെറ്റ്സ് എന്നാണ്. അതിൽ റാംസസ് മൂന്നാമൻ ജാഹിയിലേക്ക് നടത്തിയ പടയോട്ടങ്ങൾക്കിടയിൽ ഈ പെലിസെറ്റുകളെ കണ്ടുമുട്ടിയ കാര്യം വർണ്ണിക്കുന്നുണ്ട്. ഇതേ വാദത്തിനുള്ള അടുത്ത തെളിവായിട്ട് യഹൂദ ചരിത്രകാരന്മാർ മുന്നോട്ട് വെക്കുന്നത് ഈ അടുത്തു പൂർത്തിയായ ഒരു ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ സ്റ്റഡിയുടെ ഫലമാണ്. പ്രസിദ്ധ ആർക്കിയോളജിസ്റ്റായ ഡാനിയൽ M. മാസ്റ്റർ ലിയോൺ ലെവി എക്സ്പെഡിഷൻ എന്ന പേരിൽ അഷ്കലോൺ പ്രവിശ്യയിലാണ് ഈ ഉത്ഖനനങ്ങൾ നടത്തിയിട്ടുള്ളത്. 2016 പൂർത്തിയായ എക്സ്കവേഷനെ കുറിച്ചുള്ള വിവരങ്ങൾ 2019 ആ പഠനം പൂർത്തിയാകുന്നതുവരെയും രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഏതാണ്ട് 200-ലധികം കുഴിമാടങ്ങൾ തോണ്ടി അവയുടെ DNA ടെസ്റ്റിംഗ്, കാർബൺ ഡേറ്റിംഗ് അടക്കമുള്ള ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിച്ചാണ് ഈ പഠനം നടത്തിയത്. യൂറോപ്പിൽ നിന്ന് ഈജിയൻ കടൽ താണ്ടി എത്തിയ സീ പീപ്പിൾ തന്നെയാണ് പെലിസിറ്റുകൾ എന്ന ഹിബ്രു ബിബ്ലിക്കൽ തിയറി തന്നെയാണ് ഇതിൽ തെളിയുന്നത് എന്നാണ് പഠനം പറയുന്നത്. എന്നാൽ ലണ്ടനിൽ സെന്റ് മേരീസ് യൂണിവേഴ്സിറ്റിയുടെ മുൻ ഡയറക്ടറായിരുന്ന പ്രൊഫസർ നൂർ മസൽഹ അടക്കമുള്ള ചില പ്രമുഖ പലസ്തീനിക് ചരിത്ര ഗവേഷകർ ഈ ഗവേഷണങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. പാലസ്റ്റീൻ എ 4000 ഇയർ ഹിസ്റ്ററി എന്ന തന്റെ പുസ്തകത്തിൽ അദ്ദേഹം ആരോപിക്കുന്നത് ഈജിയൻ കടൽ കടന്നെത്തിയ വരത്തന്മാരായ അക്രമകാരികളാണ് പെലിസിറ്റുകൾ എന്ന ജൂയിഷ് നറേറ്റീവ് ഹീബ്രു ബൈബിളിൽ മനഃപൂർവ്വം തിരികെ കയറ്റിയ ശത്രുവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു പ്രൊപ്പഗാൻഡ മാത്രമാണ് എന്നാണ്. അതിനുവേണ്ടി ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും ശിലാലിഖിതങ്ങളിലും തെളിവുകൾ തേടുകയും എക്സ്കവേഷൻ, DNA സാമ്പിളിംഗ് അടക്കമുള്ള മറ്റു തെളിവുകൾ ചമച്ചെടുക്കുകയുമാണ് ചെയ്തത് എന്നാണ് പ്രൊഫസർ നൂർ മസൽഹ ആരോപിക്കുന്നത്. ലിയോൺ ലെവി ഫൗണ്ടേഷൻ അമേരിക്കൻ ജൂത സമ്പന്നരുടെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു NGO ആണ് എന്നതുകൊണ്ട് തന്നെ ഡാനിയൽ M. മാസ്റ്ററിന്റെ പഠനത്തെ ഒരു ജൂയിഷ് ബിബ്ലിക്കൽ റിട്രോജക്ഷൻ മാത്രമായിട്ടേ തനിക്ക് കാണാനാകൂ എന്നും അദ്ദേഹം ആരോപിക്കുന്നു. ഇക്കാര്യത്തിലെ വാസ്തവം എന്തുതന്നെ ആയിരുന്നാലും പൗരാണിക ഫിലിസ്തീൻ മേഖലയിൽ അന്നുണ്ടായിരുന്ന ഒരുവിധം സ്ഥലപ്പേരുകൾക്കൊക്കെയും പലസ്തീനിയൻ അറബി ഭാഷയിൽ തുടർച്ചയുണ്ടായിരുന്നതായിട്ട് നമുക്ക് ആധുനിക ചരിത്രം പരിശോധിച്ചാൽ കാണാം. കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ C 2-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം അടക്കി ഭരിച്ചിരുന്ന ഹാഡ്രിയൻ എന്ന റോമൻ ചക്രവർത്തി യഹൂദിയെ സിറിയ പലസ്തീന എന്ന് പേരു മാറ്റിയത് ജൂതരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുക എന്നൊരൊറ്റ ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് എന്ന് പറഞ്ഞു വെച്ചിരുന്നു. എന്നാൽ അത് കുറേയൊക്കെ പ്രോ ഇസ്രായേൽ ആയിട്ടുള്ള ഒരു നറേറ്റീവാണ്. C 2-ാം നൂറ്റാണ്ടിൽ റോമൻ ചക്രവർത്തിയായിരുന്ന ഹാഡ്രിയൻ താൻ പുതുതായിട്ട് കീഴടക്കിയ യഹൂദിയ എന്ന പ്രദേശത്തെ സിറിയ പലസ്തീന എന്ന് വിളിച്ചത് കേവലം ബൈബിളിലും പഴയ നിയമത്തിലുമുള്ള ഫിലിസ്റ്റീൻസിനെ കുറിച്ചുള്ള പരാമർശങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിലല്ല. അതിന് വേറെയും പരിഗണനകൾ ഉണ്ടായിരുന്നു. സ്വതന്ത്ര ജൂതദേശം വേണമെന്ന ആവശ്യവുമായി റോമൻ സാമ്രാജ്യത്തിനെതിരെ അക്കാലത്ത് നടന്ന ഏറ്റവും വലിയ മുന്നേറ്റങ്ങളിലൊന്നായിരുന്നു സിമോൺ ബാർ കോക്ബ നയിച്ച ബാർ കോക്ബ കലാപം. C 135 ആ കലാപത്തെ തൻ്റെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തിയ ശേഷം ഹാഡ്രിയൻ ചക്രവർത്തി പലസ്തീനിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഐഡന്റിറ്റിയെ തന്നെ പൊളിച്ചെഴുതുന്നു. യഹൂദിയ പ്രദേശത്തെ മൊത്തം സിറിയ പലസ്തീനിയ എന്ന് പുനർനാമകരണം ചെയ്ത അദ്ദേഹത്തിൻ്റെ നടപടി പകുതി ഒരു യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗവും പകുതി ചരിത്രപരമായ പരിഗണനകളുടെ പ്രതിഫലനവും ആയിരുന്നു. ഫിലിസ്റ്റിയ എന്ന വാക്ക് എബ്രായ കൃതികൾ ക്രോഡീകരിക്കുന്നതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പ്രദേശത്തെ പ്രാമാണിക നിഘണ്ടുക്കളുടെ ഭാഗമായിരുന്നു. ഗ്രീക്ക് ചരിത്രകാരന്മാരും ഭൂമിശാസ്ത്രജ്ഞരും അത് സുദീർഘകാലമായിട്ട് ഉപയോഗിച്ചും വന്നിരുന്നു. ഹെറോഡോട്ടസിനെ പോലെയുള്ള ക്ലാസിക്കൽ ഗ്രീക്ക് ഹിസ്റ്റോറിയന്മാർ ഫിനീഷ്യയ്ക്കും ഈജിപ്തിനും ഇടയിൽ കിടക്കുന്ന ഭൂപ്രദേശത്തെ വിശേഷിപ്പിക്കാൻ പലസ്തീൻ സിറിയ എന്ന വാക്ക് BC 5-ാം നൂറ്റാണ്ടിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 1000 വർഷത്തോളമായി പഴമകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഫിലിസ്റ്റിയ എന്ന സ്ഥലനാമത്തോടൊപ്പം ദക്ഷിണ സിറിയയുടെ പേരുകൂടി ചേർത്തുകൊണ്ടാണ് ഹാഡ്രിയൻ ചക്രവർത്തി യഥാർത്ഥത്തിൽ അന്ന് തൻ്റെ കൊടിക്കീഴിൽ വന്ന പുതിയ സാമന്ത പ്രദേശത്തെ സിറിയ പലസ്തീന എന്ന് പുനർനാമകരണം ചെയ്യുന്നത്. വിപ്ലവത്തിന് ശേഷം ഹാഡ്രിയൻ ചക്രവർത്തി യെരുശലേം നഗരം പുനർനിർമ്മിച്ചപ്പോൾ അതിന് അദ്ദേഹം കൊടുത്ത പുതിയ പേര് ഏലിയ കാപ്പിറ്റോലിന എന്നായിരുന്നു. ഏലിയ ഹാഡ്രിയന്റെ കുടുംബ പേരായിരുന്നു.
ക്യാപിറ്റോളിന എന്നത് റോമക്കാരുടെ ആകാശദൈവമായ ജൂപ്പിറ്റർ ക്യാപിറ്റോളിനസിന്റെ പേരിൽ നിന്ന് അദ്ദേഹം സ്വീകരിച്ചതാണ്. ഇങ്ങനെ പേര് മാറി ഏകദേശം 500 വർഷത്തോളം കാലം യെരുശലേം നഗരം അറിയപ്പെട്ടത് അതേ പേരിൽ തന്നെയാണ്. CE 638 അറബികളുടെ അധിനിവേശം ഉണ്ടായപ്പോൾ അവർ ഏലിയ എന്നത് ഇലിയ എന്നാക്കി മാറ്റുന്നു. പിന്നീട് അങ്ങോട്ട് CE 10-ാം നൂറ്റാണ്ട് വരെയും അറബിക്കെഴുത്തുകാർ യെരുശലേമിനെ വിളിച്ചു പോകുന്നത് ഇലിയ എന്നോ അല്ലെങ്കിൽ ബെയ്ത്തൽ മഖ്ദിസ് എന്നോ ഒക്കെയാണ്. എന്നാൽ 11-ാം നൂറ്റാണ്ടോടെ ഈ പ്രയോഗത്തിന് കാര്യമായ മാറ്റമുണ്ടാകുന്നു. CE 1047 യെരുശലേം സന്ദർശിച്ച പേർഷ്യൻ സഞ്ചാരി നസീർ ഖുസ്രു അന്ന് ഒരു കാര്യം ശ്രദ്ധിക്കുന്നു. പലസ്തീനിലും ഗ്രേറ്റർ സിറിയയിലുമുള്ളവർ യെരുശലേം നഗരത്തെ വിളിച്ചുകൊണ്ടിരുന്നത് പരിശുദ്ധം എന്നർത്ഥം വരുന്ന അൽ ഖുദ്സ് എന്നാണ്. അന്നു തൊട്ട് ഇന്നുവരെയും പലസ്തീനി ജനത യെരുശലേം നഗരത്തെ വിളിക്കുന്നതും അൽ ഖുദ്സ് എന്ന് തന്നെയാണ്. കാലാന്തരത്തിൽ സിറിയ പലസ്തീന എന്ന റോമൻ വിളിപ്പേര് പലസ്തീന എന്നു മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. ഇങ്ങനെ പേര് മാറുന്നതിന് മുമ്പ് തന്നെ പലസ്തീന എന്ന വാക്ക് സ്ട്രാബോ, പ്ലിനി ദ എൽഡർ, പോംപിനിയസ് മേല തുടങ്ങിയ റോമൻ എഴുത്തുകാരുടെ കൃതികളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. ക്ലാസിക്കൽ യുഗത്തിലെ പ്രസിദ്ധ ജൂത എഴുത്തുകാരായിട്ടുള്ള ഫ്ലേവിയസ് ജോസഫസ്, ഫിലോ ഓഫ് അലക്സാണ്ട്രിയ എന്നിവരുടെ വർക്കുകളിലും ആ പേര് വന്നുപോയിരുന്നു. ചുരുക്കത്തിൽ പലസ്തീൻ എന്ന പേര് അതിന്ന് മാപ്പിൽ പതിഞ്ഞിരിക്കുന്ന ആ ഭൂഭാഗത്തിന് ഒട്ടും ആകസ്മികമായി സിദ്ധിച്ചതല്ല. വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട ചരിത്ര വസ്തുതകളുടെ പിൻബലമുള്ള ഒരു നാൾവഴി തന്നെ പലസ്തീൻ എന്ന സ്ഥലനാമത്തിനുണ്ട്. ജൂതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുണ്യഭൂമിയായ ഇസ്രായേലിലേക്കുള്ള മടങ്ങിപ്പോക്ക് കേവലം ഒരു റീലൊക്കേഷൻ മാത്രമായിരുന്നില്ല. അവരതിനെ ആലിയ എന്ന് വിളിച്ചു. ആലിയ എന്ന ഹീബ്രു വാക്കിന്റെ അർത്ഥം ഉയർച്ച എന്നാണ്. ഭൗതികവും ആത്മീയവുമായ ഉന്നമനം. 19-ാം നൂറ്റാണ്ടിന്റെ അവസാന ദശകങ്ങളിൽ ആദ്യത്തെ ആലിയ നടന്നപ്പോൾ അന്ന് ഇസ്രായേലിൽ എത്തിച്ചേർന്നത് റഷ്യൻ യഹൂദ കുടുംബങ്ങളാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പലസ്തീന്റെ മണ്ണിലെ പെറ്റാറ്റിക്വ, റോഷ്പിന, റിജോൺ ലെസിയോൺ എന്നിങ്ങനെ ചില ജൂയിഷ് സെറ്റിൽമെന്റുകളെ കുറിച്ച് പറഞ്ഞു വെച്ചിരുന്നു. അതിന്റെ എല്ലാം തുടക്കം ഈ റഷ്യൻ വേവിൽ നിന്നാണ്. 1904 ആയപ്പോഴേക്കും രണ്ടാം ആലിയ ആരംഭിച്ചിരുന്നു. അടുത്ത ഒരു പതിറ്റാണ്ട് കാലം കൊണ്ട്, അതായത് 1-ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെയുള്ള കാലം കൊണ്ട് പലസ്തീന മണ്ണിലേക്ക് എത്തിപ്പെട്ടത് ഏതാണ്ട് 40,000-ഓളം ജൂത കുടിയേറ്റക്കാരാണ്. ഇങ്ങനെ യഹൂദ ജനത സ്വന്തം പാരമ്പര്യ ഭൂമിയിലേക്ക് എന്നും പറഞ്ഞുകൊണ്ടുള്ള കൂട്ടക്കുടിയേറ്റങ്ങൾ നടത്താൻ തുടങ്ങുമ്പോൾ, അതായത് 1880-കളിൽ പലസ്തീനിലെ ജനസംഖ്യാ വിതരണം ഇങ്ങനെയായിരുന്നു. മുസ്ലിം അറബ് വംശജർ 4-4.5 ലക്ഷത്തോളം, അതായത് ആ പ്രദേശത്തെ ആകെ ജനസംഖ്യയുടെ ഏതാണ്ട് 80-85%. ക്രിസ്ത്യൻ അറബ് വംശജർ ഏതാണ്ട് 40,000-നും 50,000-നും ഇടയിൽ, അതായത് ആകെ ജനസംഖ്യയുടെ ഒരു 8 മുതൽ 10% വരെ. അന്ന് പലസ്തീനുണ്ടായിരുന്ന യഹൂദരുടെ എണ്ണം വെറും 20,000-നും 25,000-നും ഇടയിൽ, അതായത് ആകെ ജനസംഖ്യയുടെ 5 മുതൽ 6% വരെ. ഇന്ന് ഇസ്രായേലും പലസ്തീനും ചേർന്നുകൊണ്ടുള്ള പ്രദേശത്തെ ഭൂമിയുടെ ഏതാണ്ട് 85%-ഓളവും അന്ന് അറബ് മുസ്ലിങ്ങൾക്ക് സ്വന്തമായിരുന്നു. 5 മുതൽ 7% വരെ ഭൂമി അറബ് ക്രിസ്ത്യൻസിന്റെ കയ്യിലായിരുന്നു. വെറും 2 മുതൽ 3% ഭൂമി മാത്രമാണ് അന്ന് ഓൾഡ് ഇഷുവ എന്നറിയപ്പെട്ടിരുന്ന തദ്ദേശീയ ജൂതരുടെ കൈവശം ഉണ്ടായിരുന്നത്. വഖഫ് വകയായും അന്ന് 5%-ത്തിനു മേൽ ഭൂമി പലസ്തീനിൽ ഉണ്ടായിരുന്നു. യഹൂദർ ഇങ്ങനെ അവരുടെ റീലൊക്കേഷൻ പരിപാടി വമ്പിച്ച തോതിൽ നടത്താൻ തുടങ്ങിയതോടെ അത് ഈ മേഖലയിൽ ഉണ്ടാക്കിയത് വളരെ പ്രകടമായ ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ആണ്. വൻതോതിൽ നടന്നുകൊണ്ടിരുന്ന ഈ ഭൂമി കൈമാറ്റങ്ങൾക്ക് മുന്നിൽ അവിടുത്തെ അറബ് ജനത, മുസ്ലിംസ് ആയാലും ക്രിസ്ത്യൻസ് ആയാലും ഒരുപോലെ അമ്പരന്ന് നിന്നു. അവരുടെ പല തലമുറകൾ ഉഴുതുമറിച്ച് കൃഷി ചെയ്തിരുന്ന ഭൂമി പെട്ടെന്നൊരു നാൾ വിൽക്കപ്പെട്ട് വേലി കെട്ടി മറ്റൊന്നിനൊക്കെയോ വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു. ചിലയിടങ്ങളിലെ ഗ്രാമങ്ങൾ അപ്പാടെ തന്നെ യഹൂദ സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരുന്നു. പലയിടങ്ങളിലും മാർക്കറ്റുകളിലെ ബോർഡുകളിൽ ഹീബ്രു എന്ന അപരിചിതമായിട്ടുള്ള ഭാഷ കടന്നു വന്നു. പൊതു ഇടങ്ങളിൽ അവർക്ക് കേട്ടാൽ മനസ്സിലാവാത്ത ഭാഷയിൽ രഹസ്യങ്ങളെന്ന് തോന്നിച്ച അടക്കിപ്പിടിച്ച പല സംഭാഷണങ്ങളും നടന്നിരുന്നത് അന്ന് അറബ് വംശജരെ കടുത്ത ആശങ്കയിലേക്ക് തള്ളിവിട്ടു. ഈ ചരിത്ര സന്ധിയിലാണ് ഫിലിസ്റ്റീൻ പത്രത്തിന്റെ ഉദയമുണ്ടാവുന്നത്. പലസ്തീനിയൻ അറബ് ക്രിസ്ത്യൻ കസിൻസ് ആയിട്ടുള്ള ഇസ അലിസയും യൂസഫ് അലിസയും ചേർന്ന് 1911 തീരദേശ പട്ടണമായ ജാഫയിലാണ് അങ്ങനെ ഒരു ദിനപത്രം ആരംഭിക്കുന്നത്. തങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് കണ്ട് നിശബ്ദരായിരിക്കാൻ കഴിയാതെ പോയ 2 തദ്ദേശവാസികളുടെ പ്രതിഷേധ സ്വരമായിരുന്നു ആ പത്രം. ആരംഭിച്ച അധികം വൈകാതെ തന്നെ കേവലം ഒരു പത്രം എന്നതിലുപരി അക്കാലത്തെ പലസ്തീനിയൻ അറബ് വംശജരുടെ മൊത്തം വികാര പ്രകടനമായി ഫിലിസ്റ്റീൻ മാറി. ആരംഭത്തിൽ ഗ്രീക്ക് പൗരോഹിത്യ മേധാവിത്വത്തിനെതിരായ അറബ് ഓർത്തഡോക്സിയുടെ പ്രതിഷേധ സ്വരമായിരുന്നു ആ പത്രമെങ്കിൽ അധികം വൈകാതെ അതിന്റെ ഫോക്കസ് കുറെ കൂടി അടിയന്തരമായ വിഷയങ്ങളിലൊന്നായ യഹൂദരുടെ അധിനിവേശത്തിലേക്ക് നീങ്ങുന്നു. കൊളോണിയൽ ബ്രിട്ടന്റെ ഒത്താശയോടെ സയനിസ്റ്റ് സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനകളെക്കുറിച്ച്, അതിന്റെ സാക്ഷാത്കാരമായി പലസ്തീന്റെ മണ്ണിൽ നടക്കുന്ന കൂട്ട കുടിയേറ്റങ്ങളെക്കുറിച്ച്, അതിന് വഴിയൊരുക്കാൻ വേണ്ടി നടക്കുന്ന നിയമലംഘനങ്ങളെക്കുറിച്ച്,
തദ്ദേശവാസികളുടെ മൗലിക അവകാശങ്ങൾക്ക് മേൽ നടക്കുന്ന കടന്നുകയറ്റങ്ങളെക്കുറിച്ച് ഫിലിസ്തീൻ നിത്യേന എന്നോണം മുഖപ്രസംഗം എഴുതി. ഒറ്റപ്പെട്ട ലേഖനങ്ങളായി തുടങ്ങിയത് അണമുറിയാത്ത പരമ്പരകളായിട്ട് മാറി. ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്ന ലേഖനങ്ങൾ കൊളുത്തിയ തീപ്പൊരി അധികം വൈകാതെ തന്നെ കാട്ടുതീയായി ആ നാട്ടിൽ പടർന്നു പിടിച്ചു. മറ്റുള്ള പലസ്തീനിയൻ അറബ് വംശജർ ഭയം കൊണ്ട് പരസ്പരം കാതുകളിൽ മന്ത്രിക്കുക മാത്രം ചെയ്തിരുന്ന പല രഹസ്യ വിമർശനങ്ങളും പത്രം ഒന്നാം പേജിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ നിരത്തിവെച്ചു. ജൂതന്മാർ ഇങ്ങനെ നേരായ വഴിക്കുമല്ലാതെയും ഗ്രാമങ്ങളായി വാങ്ങിക്കൂട്ടുന്നതിനെതിരെ, അവിടെ കൃഷിയിടങ്ങളിൽ അന്നോളം ജോലി ചെയ്തിരുന്ന അറബ് വംശജർക്ക് തൊഴിൽ നിഷേധിച്ചുകൊണ്ട് അവരെ നിരാലംബരാക്കുന്നതിനെതിരെ, മാർക്കറ്റുകളും പട്ടണങ്ങളും ജൂത ചിഹ്നങ്ങൾ കൊണ്ട്, ഹീബ്രു ഭാഷയിലെ എന്തെന്നറിയാത്ത ബോർഡുകൾ കൊണ്ട് നിറയ്ക്കുന്നതിനെതിരെയൊക്കെ പത്രം അന്ന് നിരന്തരം ലേഖനങ്ങൾ എഴുതി. എന്നാൽ അതിനെല്ലാം അപ്പുറം അത് അവിടുത്തെ മനുഷ്യരെ ഒരു പേര് ചൊല്ലി വിളിച്ചു. തങ്ങളുടെ വായനക്കാരെ, ആ പ്രദേശത്ത് സ്കാറ്റേഡായിട്ട് കഴിഞ്ഞു പോന്നിരുന്ന അറബ്, മുസ്ലിം, ക്രിസ്ത്യൻ ജനതയെ ഒന്നാകെ അവർ പലസ്തീനികൾ എന്ന ഒരൊറ്റ പേരിൽ അന്ന് വിളിച്ചു. ബ്രിട്ടീഷുകാർ പറയും പോലെ നോൺ ജൂയിഷ് പോപ്പുലേഷൻ എന്നല്ല, പ്രദേശവാസികൾ എന്നല്ല, കൊളോണിയൽ മാൻഡേറ്റിലെ വിശ്വസ്ത വിധേയരായിട്ടുള്ള പ്രജകൾ എന്നല്ല, പലസ്തീന്റെ ഉടയവരായിട്ടുള്ള പലസ്തീനികൾ എന്ന് തന്നെ. ആലിയ യഹൂദർക്ക് അഭ്യുദയത്തിന്റെ മിന്നാമിനുങ്ങ് വെട്ടമായിരുന്നുവെങ്കിൽ പ്രദേശത്തെ അറബ് ജനതയുടെ മസ്തിഷ്കങ്ങളിൽ വെളിച്ചം പകർന്നു കൊടുത്ത തീപ്പന്തമായിരുന്നു ഫിലിസ്തീൻ എന്ന പത്രം. വിശാലാർത്ഥത്തിലുള്ള ആദ്യത്തെ പലസ്തീൻ ദേശീയ പ്രസ്ഥാനം യാഥാർത്ഥ്യമാവുന്നത് മുസ്ലിം ക്രിസ്ത്യൻ സംഘടനകളുടെ രൂപീകരണത്തോടെയാണ്. ആദ്യ കൂട്ടായ്മകളിലൊന്ന് 1918 മെയ് 8 അൽ ഹജ് റജീബ് അൽ ദജാനിയുടെ കാർമ്മികത്വത്തിൽ ജാഫയിൽ ആരംഭിച്ചു. പലസ്തീൻ ഒരു അറബ് രാജ്യമാണ് എന്ന് ഈ അസോസിയേഷൻ നിസ്സംശയം പ്രഖ്യാപിച്ചു. പലസ്തീന്റെ മണ്ണിൽ തങ്ങളുടെ പാരമ്പര്യത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് സയനിസ്റ്റ് പ്രസ്ഥാനം ഉന്നയിക്കുന്ന അവകാശവാദങ്ങളെയെല്ലാം അത് അടപടലം തള്ളിക്കളഞ്ഞു. പലസ്തീനിലെ മണ്ണ് പലസ്തീനികൾക്ക് മാത്രം, രാജ്യത്ത് സ്വയംഭരണം വേണം എന്നിങ്ങനെ പല ആവശ്യങ്ങളും അവർ ഉന്നയിച്ചു. എന്നാലും വരും വർഷങ്ങളിൽ കൂടുതൽ സമാന സംഘടനകൾ പലസ്തീനിൽ രൂപം കൊണ്ടു തുടങ്ങി. ജെറുസലേമിൽ ആരിഫ് പാഷ അൽ ദജാനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സംഘടന വളരെ പെട്ടെന്ന് ജനപ്രീതി ആർജിച്ചു. രാജ്യത്ത് ശക്തിയാർജിച്ചുവെന്ന ആന്റി സയനിസ്റ്റ് പ്രോ പാലസ്തീൻ രാഷ്ട്രീയ പ്രതിരോധ മുന്നണിയുടെ സെന്റർ ഓഫ് ഗ്രാവിറ്റിയായി ഈ ദജാനിയുടെ സംഘടന മാറി. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് 1919 ജനുവരി 27 മുതൽ ഫെബ്രുവരി 10 വരെ യെരുശലേമിൽ വെച്ച് ആദ്യത്തെ പലസ്തീൻ അറബ് കോൺഗ്രസ് സമ്മേളിക്കുന്നത്. ആരിഫ് അൽ ദജാനി അധ്യക്ഷത വഹിച്ച ആ കോൺഗ്രസിൽ ഇസ്സത്ത് ദർവാജ, ഫലസ്തീൻ പത്രത്തിന്റെ എഡിറ്ററായിരുന്ന യൂസഫ് അൽ എസ തുടങ്ങിയ പല പ്രമുഖരും അന്ന് പങ്കെടുക്കുന്നുണ്ട്. പാരീസ് പീസ് കോൺഫറൻസിലേക്ക് അവർ ഒരു കമ്പി സന്ദേശം അയക്കുന്നു. ബാൽഫോർ ഡിക്ലറേഷൻ റദ്ദാക്കുക, പാലസ്തീനെ ഫൈസൽ ഹാഷിമിയുടെ അധികാരത്തിന് കീഴിൽ സിറിയൻ ലീഡർഷിപ്പിലുള്ള ഒരു സ്വതന്ത്ര ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി അംഗീകരിക്കുക, ഇങ്ങനെ പല ആവശ്യങ്ങളും അവർ ഈ സന്ദേശത്തിൽ മുന്നോട്ട് വച്ചിരുന്നു. 1920 ഡിസംബർ 4 ചേർന്ന മൂന്നാം പലസ്തീൻ അറബ് കോൺഗ്രസിൽ യെരുശലേമിലെ മുൻ മേയറായിരുന്ന ആരിഫ് അൽ ദജാനി, മൂസ കാസിം അൽ ഹുസൈനി, ഷെയ്ഖ് സുലൈമാൻ അൽ താജി അൽ ഫറൂഖി എന്നിവരുടെ സാന്നിധ്യമുണ്ടായിരുന്ന ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് കത്തോലിക്ക വിഭാഗത്തെ പ്രതിനിധീകരിച്ച ബുലൂസ് ഷഹദയായിരുന്നു. മുഹമ്മദിന്റെ പിന്മുറക്കാരനായിരുന്ന ഹുസൈൻ ബിൻ അലിയെക്കുറിച്ച് നമ്മൾ വെള്ളാത്തുറയുടെ കഴിഞ്ഞ ലക്കത്തിൽ പരാമർശിച്ചിരുന്നു. സർ ഹെൻറി മക്മോഹനും ഹുസൈൻ ബിൻ അലിയുമായിട്ടുള്ള ധാരണ പ്രകാരം ഉണ്ടാകാൻ പോകുന്ന സ്വതന്ത്ര പരമാധികാര അറബ് റിപ്പബ്ലിക്കിലേക്ക് പലസ്തീനെ കൂടി ഉൾപ്പെടുത്തണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കൃത്യമായ ഗൂഢാലോചനകളിലൂടെ പലസ്തീന്റെ മണ്ണിൽ യഹൂദർക്ക് വേണ്ടി ഒരു പാരമ്പര്യ ഭൂമിക കെട്ടിപ്പടുക്കുക എന്ന സയനിസ്റ്റ് പദ്ധതിയെ കോൺഗ്രസ് പല്ലും നഖവും ഉപയോഗിച്ച് അന്ന് എതിർക്കുന്നു. വേൾഡ് സയനിസ്റ്റ് ഓർഗനൈസേഷനെ ഒരു രാഷ്ട്രീയ സംഘടനയായി അംഗീകരിക്കാൻ പോലും അവർ വിസമ്മതിക്കുന്നു. ഒപ്പം ഹിബ്രുവിനെ പലസ്തീനിലെ ഔദ്യോഗിക ഭാഷകളുടെ കൂട്ടത്തിൽ പെടുത്താനുള്ള നീക്കത്തെയും അവർ എതിർക്കുന്നു. യാതൊരു കയ്യും കണക്കുമില്ലാതെ നടക്കുന്ന നിലവിലെ യഹൂദ കുടിയേറ്റം പലസ്തീന്റെ ഡെമോഗ്രാഫിക്കിനെ അട്ടിമറിക്കുമെന്നും രാജ്യത്ത് അനാവശ്യ സംഘർഷങ്ങൾക്ക് അത് വഴിവെക്കുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ലക്കത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയ 1920 നബി മൂസ കലാപത്തെ തുടർന്ന് പലസ്തീനിയൻ ദേശീയ പ്രസ്ഥാനം അതിവേഗത്തിൽ പ്രചാരം നേടാൻ തുടങ്ങി. 1921 നവംബർ 11 കലാപത്തിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്നവർക്ക് ശിക്ഷ വിധിക്കുന്ന കാര്യത്തിൽ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ വെച്ചു പുലർത്തുന്ന ഇരട്ടത്താപ്പിനെതിരെ യെരുശലേമിലെ മുസ്ലിം ക്രിസ്ത്യൻ അസോസിയേഷൻ അതിശക്തമായ ഭാഷയിൽ തന്നെ വിമർശനങ്ങൾ ഉയർത്തി. ചെറിയ കുറ്റങ്ങൾക്ക് പോലും പലസ്തീനിയൻ അറബ് വംശജർ കടുത്ത ശിക്ഷ ഏറ്റുവാങ്ങുമ്പോൾ കൊടിയ കുറ്റങ്ങൾക്ക് പോലും ജൂതന്മാർ വളരെ നിസ്സാരമായ ശിക്ഷാവിധികളിലൂടെ തടിയൂരുന്നു എന്നായിരുന്നു അവരുടെ വിമർശനം. ബ്രിട്ടീഷ് അധികാരത്തിനു നേരെ പലസ്തീനിൽ ഉയർന്ന സംഘടിത മുന്നേറ്റങ്ങളിൽ ഒന്നായി ഇത് വളർന്നു വന്നു. പലസ്തീനിലെ തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് കേവലം ഒരു പ്രാദേശിക പ്രതിഷേധം എന്നതിനപ്പുറം തങ്ങളുടെ അഭിമാനത്തിനും നീതിക്കും വേണ്ടിയുള്ള തുറന്ന പോരാട്ട പ്രഖ്യാപനമായി അത് മാറി. 1920 നബി മൂസ, 21 ജാഫ കലാപങ്ങളിൽ
യഹൂദരുടെ ജീവനും സ്വത്തിനും അഭിമാനത്തിനും കാര്യമായ ക്ഷതങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതോടെ പലസ്തീനിലെ യഹൂദ നേതാക്കൾ ആശങ്കയിലായി. പ്രദേശത്ത് തുടക്കം മുതലേ ഉണ്ടായിരുന്ന യഹൂദ സെറ്റിൽമെന്റുകൾക്ക് നേരെയും ആയിടെ കുടിയേറിയ പുതിയ ജൂതരുടെ വാസസ്ഥാനങ്ങൾക്ക് നേരെയും അക്രമങ്ങൾ പതിവായതോടെ അവർക്ക് ഒരു നഗ്ന സത്യം ബോധ്യപ്പെട്ടു. ലീഗ് ഓഫ് നേഷൻസ് പലസ്തീനെ മാൻഡേറ്റ് ഏൽപ്പിച്ചിട്ടുള്ള അവിടുത്തെ ജൂതരടക്കമുള്ള ജനങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ബാധ്യസ്ഥതയുള്ള ബ്രിട്ടീഷ് അധികാരികൾ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ജൂതവിരോധത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സത്യം. അങ്ങനെ ഒരു തിരിച്ചറിവുണ്ടായതോടെ സയനിസ്റ്റ് നേതൃത്വം കാര്യങ്ങളിൽ നേരിട്ട് തീർപ്പുണ്ടാക്കാൻ തുനിഞ്ഞിറങ്ങി. പലസ്തീനിലെ ആ കലാപകലുഷിതമായ അന്തരീക്ഷത്തിൽ നിന്നാണ് ഹഗാന എന്ന സയനിസ്റ്റ് അണ്ടർഗ്രൗണ്ട് മിലിറ്റന്റ് ഫോഴ്സിന്റെ പിറവി ഉണ്ടാകുന്നത്. കിബുട്സ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ജൂതരുടെ കളക്റ്റീവ് ഫാർമിംഗ് എസ്റ്റേറ്റുകൾക്ക് നേരെയാണ് തദ്ദേശ റെസിസ്റ്റന്റ് ഫ്രിഞ്ച് ഫോഴ്സുകൾ പ്രധാനമായിട്ടും ആക്രമണങ്ങൾ അന്ന് അഴിച്ചുവിട്ടിരുന്നത്. ഈ കിബുട്സുകളിലെയും കൂട്ടത്തോടെ താമസിച്ചു പോന്നിരുന്ന സെറ്റിൽമെന്റുകളിലെയും ജൂതരെ പ്രദേശവാസികളുടെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിച്ചു നിർത്താനുള്ള ഒരുതരം ചാവേർ പോരാളി സംഘമായിരുന്നു ഹഗാന. ജൂയിഷ് ലീജിയനിലെ വിമുക്ത ഭടനായിരുന്ന യോസഫ് ഹെഷ് എന്ന 28-കാരനായിരുന്നു ഹഗാനയുടെ ആദ്യത്തെ കമാൻഡർ. ഡേവിഡ് ബെൻഗൂരിയാനും ഇസാക് ബെൻസ്വീൻ ചേർന്ന് വളർത്തിക്കൊണ്ടുവന്ന പ്രവാസി ജൂതസേനയായ ജൂയിഷ് ലീജിയന്റെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ കഴിഞ്ഞ ലക്കത്തിൽ പറഞ്ഞു വെച്ചിരുന്നു. അങ്ങനെ ഹഗാന ഓപ്പറേഷനിൽ ആയി എങ്കിലും അധികം വൈകാതെ തന്നെ ആയുധങ്ങളുടെ അഭാവം അവരെ അലട്ടി. തങ്ങളുടെ പ്രതിനിധികളെ വിയന്നയിലേക്ക് പറഞ്ഞയച്ച് അവർ ആവശ്യമുള്ളത്ര റിവോൾവറുകളും വെടിത്തിരകളും സംഘടിപ്പിച്ചു. കസ്റ്റംസിൽ പിടിക്കപ്പെടാതിരിക്കാൻ തേനീച്ചക്കൂടുകൾക്കും ഫ്രിഡ്ജുകൾക്കുമൊക്കെ ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാണ് ഈ വെടിക്കോപ്പുകൾ അന്ന് പലസ്തീനിലേക്ക് വന്നെത്തുന്നത്. അതിനു പിന്നാലെ വിദേശത്തു നിന്ന് വിദഗ്ധരായിട്ടുള്ള പരിശീലകർ വന്നെത്തി ഹഗാന ഓപ്പറേറ്റീവുകൾക്ക് വേണ്ട ട്രെയിനിങ്ങും നൽകുന്നുണ്ട്. ആവ്നർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജൂയിഷ് ലീജിയനിലെ ഷാർപ്പ് ഷൂട്ടറായ എലിമെലെക് സെൽക്കോവിച്ചിന്റെ കീഴിലാണ് അന്ന് ഈ പരിശീലനങ്ങൾ നടന്നത്. 1921 നവംബർ 2 ബാൽഫോർ ഡിക്ലറേഷന്റെ 4ാം വാർഷികമാണ് സന്ദർഭം. അക്രമാസക്തമായ ഒരു അറബ് ആൾക്കൂട്ടം അന്നേ ദിവസം ജെറുസലേമിലെ ഓൾഡ് സിറ്റിയിലുള്ള യഹൂദ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കയറി അവിടം തച്ചു തകർക്കാൻ ശ്രമിച്ചു. എന്നാൽ മുൻ അവസരങ്ങളിലെ പോലെ ഇത്തവണ നിസ്സഹായരായി കയ്യും കെട്ടി നോക്കി നിൽക്കുകയല്ല ജൂതർ ചെയ്തത്. അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇക്കുറി സായുധരായ ഹഗാന കമാൻഡോസിനെ അവർ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു. അതിക്രമിച്ചു കയറി വന്ന പലസ്തീനി മുസ്ലിങ്ങളിൽ പലരെയും അന്ന് ഹഗാന വെടിവെച്ചിട്ടു. ശേഷിച്ചവരെ തുരത്തി ഓടിച്ചു. പലസ്തീനിലെ യഹൂദ ചരിത്രത്തിൽ ആദ്യമായി അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ പ്രതികരണമുണ്ടായി. സ്വന്തം സുരക്ഷയുടെ കാര്യത്തിൽ ബ്രിട്ടനെ ആശ്രയിക്കുന്ന അന്നോളം ഉണ്ടായിരുന്ന പതിവ് അന്നേ ദിവസം മുതൽക്ക് ജൂതർ അവസാനിപ്പിച്ചു. എന്നാൽ അതോടെ പലസ്തീന്റെ മണ്ണിൽ തിരികൊളുത്തപ്പെട്ടത് തുടർച്ചയായ അറബ് ജൂത സായുധ പോരാട്ടങ്ങൾക്കാണ്. പലസ്തീന മണ്ണിൽ ഒരേ സമയം 2 യാഥാർത്ഥ്യങ്ങൾ ഉരുവം കൊണ്ടുവന്നു. ഒരു വശത്തുകൂടെ തുടർച്ചയായി ജൂതർ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വന്നിറങ്ങി അവിടെ പുതിയ പുതിയ സെറ്റിൽമെന്റുകൾ, പുത്തൻ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ ഒക്കെയും കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് പലസ്തീനിൽ നേരത്തെ തന്നെ ഭൂരിപക്ഷമായി ഉണ്ടായിരുന്ന അറബ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അവരുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് നിസ്സഹായരായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ജൂതർ വേട്ടയാടപ്പെട്ടുകൊണ്ടിരുന്ന കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായിട്ട് പലായനം ചെയ്ത് അവിടങ്ങളിലൊക്കെ ജൂയിഷ് ഡയസ്പോറ സ്ഥാപിതമായി കഴിഞ്ഞിരുന്നു. അവിടങ്ങളിൽ വിശേഷിച്ച് അമേരിക്കയിൽ സയനിസ്റ്റ് ചിന്താധാരയ്ക്ക് കാര്യമായ ഇളക്കം തന്നെ സൃഷ്ടിക്കാൻ സാധിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഒരു യഹൂദ വനിത, മിൽവാക്കി സ്വദേശിയായിട്ടുള്ള ഒരു റഷ്യൻ ജൂയിഷ് ഇമിഗ്രന്റ് ഗോൾഡി മാബോവിച്ച് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഇസ്രായേലിന്റെ കഥയിൽ വലിയൊരു റോൾ നിർവഹിക്കുന്നുണ്ട്. ലോക ചരിത്രം പിന്നീട് അവരെ ഓർക്കുന്നത് ഗോൾഡ മേയർ എന്ന പേരിലാണ്. ആ പേര് ചിലപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഇസ്രായേലിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി. ഗോൾഡയ്ക്കും അവർക്കൊപ്പം സയനിസ്റ്റ് മൂവ്മെന്റിന്റെ ഭാഗമായ മറ്റു പല ജൂത യുവതി യുവാക്കൾക്കും പലസ്തീൻ എന്നത് മറ്റൊരു അഭയകേന്ദ്രം മാത്രമായിരുന്നില്ല, അത് അവരുടെ അന്തിമാശ്രയമായിരുന്നു. അവരുടെ യഹൂദ സ്വത്വത്തിന്റെ ആവിഷ്കാരത്തിനുള്ള ക്യാൻവാസ് ആയിരുന്നു. ആദ്യകാലത്ത് ഇസ്രായേൽ രൂപീകരണം എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഒരുമിച്ചിരുന്ന സയനിസ്റ്റുകളെ ആവേശം കൊള്ളിച്ച ഒരു കഥ പിന്നീട് ഗോൾഡ മേയർ ഓർത്തെടുക്കുന്നുണ്ട്. പലസ്തീനിൽ ചെന്ന് ജൂതർ കുടിയേറി പാർത്തു തുടങ്ങിയ ആദ്യ ദിനങ്ങളിൽ ഒരാൾ ഒരിക്കൽ പറഞ്ഞു, എനിക്കൊരു പഞ്ഞിത്തലേണ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു വീട് പണിഞ്ഞേനെ എന്ന്. അത് കേട്ടയാൾക്ക് അതിശയം തോന്നുന്നു. അതെങ്ങനെ സാധിക്കും? അപ്പോൾ അയാൾ പറഞ്ഞു, നല്ലൊരു പഞ്ഞിത്തലേണയാണെങ്കിൽ അത് വിറ്റാൽ 1 പൗണ്ട് കിട്ടും. ആ 1 പൗണ്ട് കൊടുത്താൽ എനിക്ക് ജൂയിഷ് ലോൺ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് എടുക്കാം. അവിടെ ചേർന്ന് കഴിഞ്ഞാൽ 10 പൗണ്ട് വരെ ലോൺ കിട്ടും. ആ 10 പൗണ്ട് കൊടുത്താൽ എനിക്ക് ഒരു തുണ്ട് കൃഷിഭൂമിക്കുള്ള ഡൗൺ പേയ്മെന്റ് അടയ്ക്കാം. ബാക്കി ഇൻസ്റ്റാൾമെന്റുകൾ തവണകളായി ഒടുക്കിക്കൊള്ളാമെന്ന് പ്രോമിസറി നോട്ട് എഴുതി കൊടുത്താൽ മതി. ആ ലാൻഡിന്റെ പൊസിഷൻ കിട്ടും. സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറെ സമീപിക്കാം. വീട് പണിയുന്നതിന്റെ ചെലവിന് പകരമായി അതിന്റെ ഒരു നില അയാൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വീടും പണിത് കിട്ടും. ഒറ്റ നോട്ടത്തിൽ ഇതൊരു മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് കേൾക്കുന്നവർക്ക് തോന്നാം. പക്ഷേ പലസ്തീന്റെ മണ്ണിൽ സ്വപ്നങ്ങൾ കരുപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്ന ജൂതർക്ക് ഇത് നടന്നിരുന്ന സംഗതി തന്നെയാണ്. കാരണം അവിടെ അവരെ സഹായിക്കാൻ ജൂതരുടേതായിട്ടുള്ള നിരവധി സ്ഥാപനങ്ങളുണ്ട്.
ലോൺ സൊസൈറ്റികളുണ്ട്, കളക്റ്റീവ് നെറ്റ്വർക്കുകളുണ്ട്, സയനിസ്റ്റ് മൂവ്മെന്റ് പോലെ സുസംഘടിതമായ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പിന്തുണയുമുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള സപ്പോർട്ട് സിസ്റ്റങ്ങളൊന്നും തന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന അറബ് വംശജർക്ക് ലഭ്യമായിരുന്നില്ല. ജൂതരെ പോലെ ആയിരുന്നില്ല അറബ് വംശജരുടെ അവസ്ഥ. അവരെ സംബന്ധിച്ചിടത്തോളം ജന്മനാട് എന്നത് മനസ്സിൽ കരുപ്പിടിപ്പിച്ചു കൊണ്ടുവരേണ്ട അമൂർത്തമായിട്ടുള്ളൊരു സംഗതി ആയിരുന്നില്ല. അത് എവിടെയും കെട്ടിപ്പടുക്കേണ്ട ഒന്നും ആയിരുന്നില്ല. എത്രയോ കാലമായി അവർ ജനിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജന്മനാടാണ് പലസ്തീൻ. അവർക്ക് അതിന്മേലുള്ള അവകാശം തലമുറകളായിട്ട് കൈമാറി കിട്ടിയ ഒന്നാണ്. അവിടെ തന്നെയാണ് അവർ കൃഷിയും ഉപജീവനവും എല്ലാം നടത്തുന്നത്. ജൂതന്മാരിങ്ങനെ കൂട്ടം കൂട്ടമായി വന്നിറങ്ങി ജോലിക്കും അതിജീവനത്തിനുമൊക്കെ പലസ്തീനിലെ അറബ് വംശജരോട് മത്സരിച്ച് തുടങ്ങിയപ്പോൾ അവർക്ക് ഇവരോട് പിടിച്ചു നിൽക്കാനാവുന്നില്ല. കാരണം ജൂതർക്ക് ലഭ്യമായിരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ യാതൊരു പിന്തുണയും അവിടുത്തെ അറബ് വംശജർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് വായ്പ കൊടുക്കാൻ ലോൺ സൊസൈറ്റികളില്ലായിരുന്നു. അവരുടേതായിട്ടുള്ള ഭൂമിയോ സാമൂഹിക അന്തരീക്ഷമോ ഒക്കെ സംരക്ഷിക്കാൻ സൈനിസത്തോളം ശക്തമായ ഒരു രാഷ്ട്രീയ മൊബിലൈസേഷനും അവർക്ക് ഉണ്ടായിരുന്നില്ല. അവർക്ക് അതുകൊണ്ട് തന്നെ നേരിടേണ്ടി വന്നത് നഷ്ടങ്ങൾ മാത്രമാണ്. ആ നഷ്ടങ്ങൾ ചിലപ്പോഴൊക്കെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ മെല്ലെ വന്നാണ് അവരെ ബാധിച്ചിരുന്നത്. മറ്റു ചിലപ്പോൾ നക്ഷത്രം എണ്ണി പോകുന്ന വിധത്തിൽ ഇടിമിന്നൽ പോലെ പൊടുന്നനെയും. എന്തൊരു വലിയ ഐറണിയാണ് ഇതെന്ന് നോക്കുക. ജൂതർ വിദേശത്തു നിന്ന് വന്നിറങ്ങി നമ്മൾ നേരത്തെ പറഞ്ഞ സപ്പോർട്ട് സിസ്റ്റങ്ങളുടെ ബലത്തിൽ പഞ്ഞിത്തലേനെ വീടാക്കി മാറ്റുന്ന തിരക്കിലായിരുന്നു. അറബ് വംശജരാകട്ടെ വിദേശ ഡോക്യുമെന്റുകളുമായിട്ട് വന്നിറങ്ങിയ ചില വരത്തന്മാർ ബ്രിട്ടീഷ് മാൻഡേറ്റിന്റെ ഒത്താശയോടെ തങ്ങളുടെ ഏക്കർ കണക്കിന് ഭൂമി പണം കൊടുത്ത് സ്വന്തമാക്കി അന്നുവരെ പണിയെടുത്ത കൃഷിയിടങ്ങളിൽ നിന്ന് തങ്ങളെ തന്നെ കുടിയിറക്കുന്നത് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കുകയായിരുന്നു. വെയിലിംഗ് വാൾ അല്ലെങ്കിൽ വെസ്റ്റേൺ വാൾ എന്ന പേരിൽ അറിയപ്പെടുന്ന CE 70-ാം നൂറ്റാണ്ടിൽ തകർക്കപ്പെട്ട സെക്കൻഡ് ടെമ്പിളിന്റെ തിരുശേഷിപ്പാണ് ജെറുസലേമിലെ ജൂതരുടെ ഏറ്റവും പവിത്രമായ ഇടങ്ങളിലൊന്ന്. പല കാലങ്ങളിലായി ഈ മതിലിനു മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചും അനുഷ്ഠാന കർമ്മങ്ങളിൽ ഏർപ്പെട്ടുമൊക്കെ യഹൂദർ ഈ സൈറ്റുമായിട്ട് കാര്യമായിട്ടുള്ള ആത്മബന്ധം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ വെസ്റ്റേൺ വാളിന് യഹൂദരുടെ പുണ്യസ്ഥലം എന്നതിനേക്കാൾ വിശാലമായിട്ടുള്ള പല ചരിത്രപരവും മതപരവുമായിട്ടുള്ള പ്രാധാന്യം മുസ്ലിങ്ങൾക്കുമുണ്ട്. വെസ്റ്റേൺ വാൾ നിൽക്കുന്നത് ഇസ്ലാമിക് വഖഫിന്റെ ഉടമസ്ഥതയിലുള്ള ടെമ്പിൾ മൗണ്ട് എന്ന സംവിധാനത്തിന്റെ പരിധിക്കുള്ളിലാണ്. ഇസ്ലാമിക ചരിത്രപ്രകാരം വെസ്റ്റേൺ വാൾ അൽ-അഖ്സ പള്ളി എന്ന അവരുടെ ഏറ്റവും പവിത്രമായ മൂന്നാമത്തെ പുണ്യസ്ഥലവുമായിട്ട് ബന്ധമുള്ള ഒന്നാണ്. മെക്കയിൽ നിന്ന് ജെറുസലേമിലേക്കും പിന്നീട് സ്വർഗത്തിലേക്കുമുള്ള ഇസ്രാ മിറാജ് യാത്രയിൽ സ്വർഗാരോഹണത്തിന് മുമ്പായി മുഹമ്മദ് നബി തൻ്റെ വാഹനമായ ബുറാഖിനെ കെട്ടിയിട്ട സ്ഥലമാണ് ഇതെന്നാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം. ഇങ്ങനെ തങ്ങളുടെ മതചരിത്രത്തിൽ അതിപ്രധാനമായ ഒരു പുണ്യസ്ഥലമെന്ന് ജൂതരും മുസ്ലിങ്ങളും ഒരുപോലെ വിശ്വസിക്കുന്ന ഈ വെസ്റ്റേൺ വാൾ അൽ-അഖ്സ പള്ളി സമുച്ചയം അവർക്കിടയിലെ ആജന്മ വൈരം ഒന്നുകൊണ്ട് തന്നെ നിരന്തര സംഘർഷങ്ങൾക്കും വേദിയായി മാറുന്നു. ഈ സംഘർഷങ്ങൾ അതിന്റെ പരമകാഷ്ഠ പ്രാപിക്കുന്നത് 1929-ലാണ്. മതിലിന്റെ ഭാഗത്തേക്ക് ജൂതന്മാർ കസേരകളും ബെഞ്ചുകളും കൊണ്ടുവരരുത് എന്നൊരു ഉത്തരവ് അന്ന് അൽ-അഖ്സ പള്ളി മാനേജ്മെന്റിൽ നിന്ന് ഉണ്ടാവുന്നു. പ്രായമായവർക്കോ കുഞ്ഞുങ്ങൾക്കോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ ഒരു ഇളവും പള്ളി അനുവദിച്ചു കൊടുത്തില്ല. ഈ തീരുമാനം ജൂതന്മാർക്കിടയിൽ കടുത്ത അതൃപ്തിക്ക് വകവച്ചു. ഇങ്ങനൊരു സംഭവത്തിന്റെ പേരിൽ യഹൂദർക്കും അറബ് വംശജർക്കും ഇടയിൽ കാലുഷ്യമുണ്ടായപ്പോൾ ജൂതപക്ഷത്ത് സംഘടിച്ചവരിൽ പ്രധാനി ലിത്വേനിയൻ വേരുകളുള്ള ഹീബ്രു പണ്ഡിതനും ചരിത്രകാരനുമായ ജോസഫ് ക്ലൂസ്നർ ആയിരുന്നു. അന്ന് അദ്ദേഹം യഹൂദരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പ്രോ വെയിലിംഗ് വാൾ കമ്മിറ്റി രൂപീകരിച്ചു. നാടെങ്ങും യോഗങ്ങൾ സംഘടിപ്പിച്ച് മൈക്ക് കെട്ടി പ്രസംഗിച്ചു. 1929 ഓഗസ്റ്റ് 14-ാം തീയതി ഏകദേശം 6000-ഓളം വരുന്ന ജൂത ചെറുപ്പക്കാർ ഈ പ്രവർത്തനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ജെറുസലേമിലെ പഴയ നഗരത്തിലെ മതിൽക്കെട്ടിന് ചുറ്റും പ്രകടനമായി നടക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ ഓഗസ്റ്റ് 16-ാം തീയതി വെള്ളിയാഴ്ച സുപ്രീം മുസ്ലിം കൗൺസിൽ വക ഒരു മറുപടി പ്രകടനമുണ്ടാകുന്നു. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ശേഷം പലസ്തീനി മുസ്ലിങ്ങൾ വെസ്റ്റേൺ വാളിലേക്ക് പ്രകടനമായി ചെന്നത് ജെറുസലേമിൽ അല്ലെങ്കിൽ തന്നെ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥയ്ക്ക് ആക്കം കൂട്ടി. ഓഗസ്റ്റ് 23-ാം തീയതി അക്രമം പൊട്ടിപ്പുറപ്പെട്ടു. ഒരു സംഘം അറബ് യുവാക്കൾ ചേർന്ന് ഓൾഡ് സിറ്റിയിലെ നിരായുധരായിട്ടുള്ള സിവിലിയൻ ജ്യൂസിനെ ആക്രമിച്ചു. അക്രമം വളരെ വേഗത്തിൽ ജെറുസലേം നഗരത്തിൽ ആകമാനം പടർന്നു പിടിച്ചു. ഓഗസ്റ്റ് 25-ന് അറബ് പക്ഷത്തു നിന്ന് വീണ്ടും ജൂത സെറ്റിൽമെന്റുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. പിന്നീട് ബ്രിട്ടീഷ് കമ്മീഷൻ നടത്തിയ അന്വേഷണത്തിൽ അതിനിഷ്ഠുരമായ എ മോസ്റ്റ് ഫെറോഷ്യസ് അറ്റാക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ അക്രമത്തിൽ 5 മണിക്കൂർ നേരം കൊണ്ട് 60ഓളം യഹൂദർ കൊല്ലപ്പെട്ടു. അടുത്ത ദിവസം ഓഗസ്റ്റ് 26-ാം തീയതി വടക്കൻ പട്ടണമായ സഫേദിൽ ആൾക്കൂട്ടം വീണ്ടും യഹൂദ സെറ്റിൽമെന്റുകൾക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടു. അന്ന് 45 യഹൂദർ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 4000-ഓളം ജൂതർക്ക് അവരുടെ വസ്തുവകകൾ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ട് ഓടേണ്ടി വന്നു. ഈ വീടുകളിൽ പലതും അക്രമാസക്തമായിട്ടുള്ള ആൾക്കൂട്ടം വരും മണിക്കൂറുകളിൽ കൊള്ളയടിക്കുകയും തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു. അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഈ അക്രമത്തിന്റെ തരംഗം ശമിച്ചുവെങ്കിലും ഈ കലാപങ്ങളുടെ പേരിൽ ഇരുകൂട്ടർക്കും ഇടയിൽ ഉണ്ടായ ശത്രുതയ്ക്ക് മാത്രം അയവുണ്ടായില്ല.
1929 സെപ്റ്റംബർ 11 ജെറുസലേമിലെ അറബ് വിദ്യാർത്ഥികൾ സംഘടിച്ച് ഒരു ലഘുലേഖ നാട്ടുകാർക്കിടയിൽ വിതരണം ചെയ്തു. അറബ് സഹോദരീ സഹോദരങ്ങളെ, യഹൂദൻ നിങ്ങളുടെ ബദ്ധവൈരിയാണ് എന്നു മാത്രമല്ല നിങ്ങളുടെ പൂർവികരുടെ പൗരാണിക ശത്രു കൂടിയാണ്. അവൻ്റെ കുതന്ത്രങ്ങളിൽ വീഴാതെ നിങ്ങൾ നോക്കണം. യേശുക്രിസ്തുവിനെ കുരിശിലേറ്റി പീഡിപ്പിച്ചു കൊന്നത് യഹൂദരാണ്. പ്രവാചകനായ മുഹമ്മദ് നബിയെ വിഷം കൊടുത്തു കൊന്നതും അവർ തന്നെ എന്നാണ് ഈ ലഘുലേഖ പറഞ്ഞത്. ഇങ്ങനെയുള്ള യഹൂദവിരുദ്ധ പരാമർശങ്ങൾക്കൊപ്പം ജൂതരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കാനും ഇതേ ലഘുലേഖ ആഹ്വാനം ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധാനന്തരം ജർമ്മനിയിൽ ഉണ്ടായ ഒരു പൊതുവികാരം ജർമ്മനി ആ യുദ്ധത്തിൽ തോൽക്കുകയല്ലായിരുന്നു, രാജ്യത്തിനകത്തു നിന്നുകൊണ്ട് വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തിയ ഒറ്റുകൊടുത്ത ചില അധമരുടെ പ്രവൃത്തികൾ കാരണമാണ് അങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ്. അതായത് യുദ്ധം നടക്കുന്ന കാലത്തും ജർമ്മനിയോട് വിധേയത്വം പുലർത്തുന്നതിന് പകരമായി അവരുടെ ജൂതരാഷ്ട്രം കെട്ടിപ്പടുക്കണമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കൂട്ടായ്മയോട് വിധേയപ്പെട്ട് ജൂതർ ബ്രിട്ടനും ഫ്രാൻസിനും സഹായം കൊടുത്തു എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെട്ടത് ഏതെങ്കിലും കള്ളുകുടി സഭകളിലെ സ്വകാര്യ സംഭാഷണങ്ങളിലോ അല്ലെങ്കിൽ പേരും വിലാസവും ഇല്ലാതെ പ്രചരിച്ച ഏതെങ്കിലും ലഘുലേഖകളിലോ കൂടിയല്ല. 4 കൂടിയ മുക്കുകളിൽ മൈക്ക് കെട്ടിവെച്ച് പച്ചയ്ക്ക് ജൂതവിരുദ്ധ പ്രസംഗങ്ങൾ നടത്തുകയാണ് ഉണ്ടായത്. നാസികളുടെ കോർട്ട് ചാപ്ലൈനായിരുന്ന ജർമ്മൻ പ്രൊട്ടസ്റ്റന്റ് പാതിരി ബ്രൂണോ ഡോറിംഗ് തന്റെ കുർബാന പ്രസംഗത്തിനിടയിൽ ജൂതന്മാരും കമ്മ്യൂണിസ്റ്റുകളും ചേർന്ന് രാജ്യത്തെ വഞ്ചിച്ച് ജർമ്മൻ പരാജയം എഞ്ചിനീയർ ചെയ്യുകയായിരുന്നു എന്ന പരസ്യമായ ആരോപണം ഉന്നയിച്ചു. ഈ പ്രസംഗം അന്ന് ജർമ്മൻ ജനതയെ വല്ലാതെ സ്വാധീനിക്കുകയും യുദ്ധാനന്തര ജർമ്മനിയിൽ പ്രചരിച്ച സ്റ്റാബ് ഇൻ ദ ബാക്ക് മിത്തിന് അടിവളമാവുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തോട് കാര്യങ്ങൾ അടുത്തതോടെ ജൂതർക്ക് വേണ്ടി വിധി കാത്തുവെച്ചത് ഹോളോകോസ്റ്റ് എന്ന മഹാദുരന്തമായിരുന്നു. വംശഹത്യയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ട കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് നിസ്സഹായരായിട്ട് നടന്നു കയറിയ ലക്ഷക്കണക്കായ ജൂതർ പിന്നീട് ഒരിക്കലും പുറം ലോകം കണ്ടതേയില്ല. ഹിറ്റ്ലറും ഗീബൽസും ചേർന്നുകൊണ്ട് ജൂതർക്കുമേൽ പ്രവർത്തിച്ചിട്ടുള്ള കൊടിയ ക്രൂരതകളുടെ വിശദമായ വർണ്ണനകൾ നിങ്ങൾക്ക് വല്ലാത്തൊരു കഥയുടെ മുൻലക്കങ്ങളിൽ കാണാനാകും. രണ്ടാം ലോക മഹായുദ്ധം അടുപ്പിച്ച് ഇങ്ങനെ പോളണ്ടിലും ജർമ്മനിയിലും ജൂതർ കൂട്ടത്തോടെ വേട്ടയാടപ്പെട്ടതും റഷ്യയിൽ ആന്റിസെമിറ്റിസം ശക്തി പ്രാപിച്ചതും പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റങ്ങളിൽ അന്ന് വമ്പിച്ച കുതിപ്പ് തന്നെ ഉണ്ടാക്കി. അതേസമയം പലസ്തീനിലെ ആഭ്യന്തര സാഹചര്യങ്ങളും ജൂതർക്കൊട്ടും തന്നെ അനുകൂലമായിരുന്നില്ല. അന്നുവരെ ഹൈം വൈസ്മാൻ നയിച്ചിരുന്ന മുഖ്യധാര സയനിസ്റ്റ് ചിന്തകളെ ചോദ്യം ചെയ്തുകൊണ്ട് ടെറിട്ടോറിയൽ മാക്സിമലിസം അഥവാ ഭൂമിശാസ്ത്രപരമായ പരമാധികാരം എന്ന കേന്ദ്രാശയത്തെ ആധാരമാക്കിക്കൊണ്ട് 1920 സീവ് ജബോട്ടിനിസ്കി എന്ന റഷ്യൻ ജൂത നേതാവ് ഒരു സൈനിക ഓഫീസർ റിവിഷനിസ്റ്റ് സയനിസം എന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നത്. ജബോട്ടിനിസ്കിക്കും മറ്റ് റിവിഷനിസ്റ്റ് സയനിസ്റ്റുകൾക്കും വേണ്ടിയിരുന്നത് പലസ്തീനിൽ ജെറുസലേമിനോട് ചേർന്ന് ചെറിയൊരു ജൂയിഷ് ഹോംലാൻഡ് മാത്രമായിരുന്നില്ല. ട്രാൻസ് ജോർഡാനും മാൻഡറ്ററി പലസ്തീനും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിശാലമായ ഇസ്രായേൽ എന്നൊരു ദേശരാഷ്ട്രമായിരുന്നു. അതിന്മേൽ കൃത്യമായ ടെറിട്ടോറിയൽ പരമാധികാരമായിരുന്നു. പലസ്തീനിൽ കുറച്ച് സ്ഥലം വില കൊടുത്തു വാങ്ങി അഗ്രികൾച്ചർ കലക്റ്റീവ് ഉണ്ടാക്കി കൃഷി ചെയ്ത് വിജയം നേടി അഭിവൃദ്ധി നേടി അങ്ങനെ തികച്ചും സ്വാഭാവികമായിട്ട് പ്രായോഗികമായി ഒരു രാഷ്ട്രനിർമ്മാണം നടത്താമെന്ന ഡേവിഡ് ബെൻ ഗുരിയാൻ്റെയും സോഷ്യലിസ്റ്റായിരുന്ന ലേബർ സിയോണിസ്റ്റിൻ്റെയും കാഴ്ചപ്പാടിൽ നിന്ന് പാടെ വ്യത്യസ്തമായിരുന്നു ഈ പുതിയ ആശയം. കുറെ കൂടി കർക്കശ സ്വഭാവത്തിലുള്ള നടപടികളാണ് അവർ ചെയ്യാൻ ശ്രമിച്ചത്. അതായത് കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജൂതരെ കൊണ്ടുവന്ന് പലസ്തീനിലേക്ക് കുടിയേറി പാർപ്പിക്കുക, മേഖലയിൽ അതിശക്തമായിട്ടുള്ള ജൂത സൈനിക സാന്നിധ്യം ഉറപ്പിക്കുക, അതിർത്തികൾ നിശ്ചയിച്ച് അത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെയും അവരുടെ നയപരിപാടികളുടെ ഭാഗമായിരുന്നു. അത് പലരുമായും അറബ് വംശജരുമായും ബ്രിട്ടീഷ് ഓഫീസർമാരുമായും ഒക്കെ നേർക്കുനേർ ഇടയാനുള്ള ഒരു ആഹ്വാനം കൂടിയായിരുന്നു. തങ്ങളുടെ ആശയങ്ങളോട് ഏതെങ്കിലും തരത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അറബ് വംശജരോട് അനുരഞ്ജനത്തോടെ പെരുമാറുന്ന പരമ്പരാഗത സയനിസ്റ്റുകളോട് പോലും ഈ റിവിഷനിസ്റ്റുകൾ ഒരു സഹിഷ്ണുതയും വെച്ച് പുലർത്തിയിരുന്നില്ല. കാലക്രമത്തിൽ ഈ റിവിഷനിസ്റ്റ് സയനിസം എന്ന പ്രത്യയശാസ്ത്രം ഇസ്രായേലിലെ വലതുപക്ഷത്തിന് അടിത്തറ പാകി. ആ പാരമ്പര്യത്തിന് ആദ്യം വന്ന ഹെറുത് പാർട്ടിയും പിന്നീട് വന്ന ലിക്കുഡും തുടർച്ച നൽകി. പതിറ്റാണ്ടുകൾക്കിപ്പുറം ലിക്കുഡ് പാർട്ടി ഇസ്രായേലി രാഷ്ട്രീയത്തിൽ വലിയൊരു സ്വാധീന ശക്തിയായി മാറുന്നതും ലോകം കണ്ടു. ഇഷക് ഷമീർ, ഏരിയൽ ഷാരോൺ, ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങിയ പല നമ്മൾ ഇന്നറിയുന്ന നേതാക്കളും ഈ ലിക്കുഡ് പാർട്ടിയുടെ അമരക്കാരും ഇസ്രായേലിലെ പ്രധാനമന്ത്രിമാരും ഒക്കെ ആയിട്ടുണ്ട്. ഈ റിവിഷനിസ്റ്റ് സയനിസത്തിന് ഇർഗുൺ എന്ന പേരിൽ സ്വന്തമായി ഒരു പാരാമിലിറ്ററി ഗ്രൂപ്പ് പോലും ഉണ്ടായിരുന്നു. 1940 മരിക്കും വരെയും സീവ് ജബോട്ടിനിസ്കി തന്നെയാണ് ഈ ഇർഗുണിനെ നയിച്ചിരുന്നത്. ഈ ഇർഗുൺ എന്ന് പറയുന്നത് ഒരു തീവ്രവാദ സംഘടനയിൽ കുറഞ്ഞ് ഒന്നുമായിരുന്നില്ല. ഈ ഇർഗുണും അതിൽ നിന്ന് ഉടലെടുത്ത സ്റ്റേൺ ഗ്യാങ്ങും ചേർന്നുകൊണ്ട് പലസ്തീന്റെ മണ്ണിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടി ആ സംഘടനയുടെ ഉത്ഭവകാലം തൊട്ട് തന്നെ നിരവധി ആക്രമണങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.
1930-കളിൽ പലസ്തീനിലെ അറബ് ലീഡർഷിപ്പുമായി ഒരു സമവായത്തിലെത്താൻ വേണ്ടി നിരവധി ശ്രമങ്ങൾ സയനിസ്റ്റ് നേതാക്കളിൽ നിന്നുണ്ടാകുന്നു. അക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുന്നത് 1934 ജൂലൈ 18 ഡേവിഡ് ബെൻ ഗുരിയാനും ജൂദ മാഗ്നസും ചേർന്ന് അന്നത്തെ പലസ്തീൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാക്കളിൽ ഒരാളായിരുന്ന ഔനി അബ്ദുൽ ഹാദിയെ ചെന്ന് കണ്ടതാണ്. വളച്ചുകെട്ടലുകളില്ലാതെ നേരിട്ട് വിഷയത്തിലേക്ക് കടന്ന ഒരു സംഭാഷണമായിരുന്നു അത്. ബെൻഗുരിയൻ ചോദിച്ചു, ജൂതരുടെയും അറബ് ജനതയുടെയും പരമമായ ലക്ഷ്യങ്ങളെ നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമോ? സ്വാതന്ത്ര്യത്തിനും പാൻ അറബ് ഐക്യത്തിനുമുള്ള അറബികളുടെ ആഗ്രഹം മനസ്സിലാക്കിക്കൊണ്ട് ബെൻഗുരിയൻ അന്ന് ഒരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നു. ജൂതന്മാരുടെ തങ്ങളുടെ പൂർവിക ഭൂമിയിലേക്കുള്ള മടങ്ങിവരവ് അറബികൾ അംഗീകരിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷ് ഫ്രഞ്ച് ഭരണത്തിനെതിരായ അവരുടെ പോരാട്ടത്തിൽ സയനിസ്റ്റ് പ്രസ്ഥാനം അവരെ രാഷ്ട്രീയമായും സാമ്പത്തികമായും ധാർമ്മികമായും പിന്തുണയ്ക്കും. ഈ ഘട്ടത്തിലാണ് ഡോക്ടർ മാഗ്നസ് ഇടപെട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത്. വിശാലമായ അറബ് വിമോചനത്തിനു വേണ്ടി പലസ്തീനിൽ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ അറബികൾ തയ്യാറാണോ? ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിലാണ് അബ്ദുൽ ഹാദി അന്ന് മറുപടി കൊടുത്തത്. സൈന്യസത്തിനു വേണ്ടി എന്നല്ല, വിശാല അറബ് ദേശം ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ പോലും പലസ്തീന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തങ്ങൾ തയ്യാറല്ല എന്ന ഉറച്ച മറുപടിയാണ് അന്ന് അദ്ദേഹം കൊടുത്തത്. നാസി ജർമ്മനിയിലെ ജൂതവിരുദ്ധ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യം ഉണ്ടായതോടെ പലസ്തീനിലേക്കുള്ള ജൂത കുടിയേറ്റം കുതിച്ചുയരുന്നു. നിയമപരമായിട്ട് ആളുകൾക്ക് വരുന്നതിന് തടസ്സങ്ങൾ നേരിട്ടപ്പോൾ റിവിഷനിസ്റ്റ് സയനിസ്റ്റുകൾ ബ്രിട്ടീഷ് നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടും ജൂതന്മാരെ പലസ്തീനിലേക്ക് ഒളിച്ചു കടത്തുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് ഇത് കടുത്ത വെല്ലുവിളിയായിട്ട് മാറുന്നു. 1934 മാർച്ച് 28 അനധികൃത കുടിയേറ്റം അതിരൂക്ഷമാകുന്നു എന്നും അത് എത്രയും പെട്ടെന്ന് തടയണമെന്നുമുള്ളൊരു മുന്നറിയിപ്പ് കൊളോണിയൽ സെക്രട്ടറി സർ ഫിലിപ്പ് കൺലിഫ് ലിസ്റ്റർ ഒരു രഹസ്യ മെമ്മോറാണ്ടത്തിലൂടെ നൽകി. എന്നിട്ടും കുടിയേറ്റക്കാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. 1934 പലസ്തീനിലേക്ക് പുതുതായിട്ട് വന്നിറങ്ങിയ ജൂതന്മാരുടെ എണ്ണം 42,000 ആയിരുന്നപ്പോൾ 35 അത് 61,000 കുത്തനെ ഉയർന്നു. എന്നാൽ 37 ലോർഡ് പീലിന്റെ നേതൃത്വത്തിലുള്ള റോയൽ കമ്മീഷൻ അതിന്റെ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാറായപ്പോഴേക്കും ഒരു കാര്യം വളരെ വ്യക്തമായിരുന്നു. വിഭജനം എന്നൊരു പരിഹാരം മാത്രമേ കമ്മീഷൻ നിർദ്ദേശിക്കാനുണ്ടാവൂ. 2 സ്റ്റേറ്റ് സൊല്യൂഷൻ ആയിരിക്കും മിക്കവാറും ഈ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുക. ഒരു ജൂയിഷ് സ്റ്റേറ്റ്, ഒരു അറബ് സ്റ്റേറ്റ്, അതാത് കൂട്ടർ ഭൂരിപക്ഷമായിട്ട് കഴിയുന്ന ഇടങ്ങളിൽ അവരവർക്ക് പരമാധികാരമുള്ള ഒരു സംവിധാനം. എന്നാൽ ഈ റിപ്പോർട്ട് വന്നാൽ ഗലീലിന്റെ കടലിന്റെ പടിഞ്ഞാറൻ തീരത്തേക്ക് മാത്രമേ ജൂതന്മാർക്ക് പ്രവേശിക്കാൻ അനുവാദമുണ്ടാകൂ എന്നൊരു അഭ്യൂഹം പലസ്തീനിലാകെ പ്രചരിച്ചു. 1937 ജൂലൈ 7 കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ സയനിസ്റ്റുകളുടെ ആശങ്ക അസ്ഥാനത്തായിരുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടു. പീൽ കമ്മീഷൻ പ്രപ്പോസ് ചെയ്ത ജൂയിഷ് സ്റ്റേറ്റ് വളരെ ചെറുതും പലയിടത്തായിട്ട് ചിതറിക്കിടക്കുന്നതുമായിരുന്നു. അതിൽ നെഗേവ്, ഗലീലി കടലിന്റെ കിഴക്കൻ പകുതി, എന്തിനേറെ 1922 ജലവൈദ്യുത വികസനത്തിനായിട്ട് അനുവദിച്ച ജോർദാൻ നദിയിലെ റൂട്ടൻബർഗ് കൺസെഷൻ പോലും ഉൾപ്പെടുത്തിയിരുന്നില്ല. അതിനു പുറമെ അറബികൾക്കിടയിൽ അന്ന് ഉയർന്നു വന്നിരുന്ന അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിനു വേണ്ടി ഒരു നടപടി കൂടി കമ്മീഷൻ നിർദ്ദേശിച്ചു. ജൂത കുടിയേറ്റം 5 വർഷത്തേക്ക് പ്രതിവർഷം 12,000 പേർ എന്നാക്കി പരിമിതപ്പെടുത്തണം. അതിനു പുറമെ തർക്കസ്ഥലമായ ജെറുസലേം ബ്രിട്ടീഷ് നിയന്ത്രണത്തിൽ തന്നെ തുടർന്നേ പറ്റൂ എന്നൊരു നിർദ്ദേശവും ഇതേ പീൽ കമ്മീഷൻ മുന്നോട്ട് വെച്ചു. സയനിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിച്ചിട്ടിറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്ന അവസ്ഥയായിരുന്നു. ഒരു വശത്ത് രാജ്യത്തിന് വിഭജനം എന്ന നിർദ്ദേശം വർഷങ്ങളായിട്ട് അവർ ആഗ്രഹിച്ചിരുന്ന, അന്നുവരെ അവർക്ക് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ലായിരുന്ന ജൂയിഷ് സ്റ്റേറ്റ് നിലവിൽ വരാനുള്ള സാധ്യതയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ പീൽ കമ്മീഷൻ പറയുന്ന ആക്ച്വൽ ബോർഡർ ലൈൻസ് അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ജൂതർക്ക് ദോഷം ചെയ്യുന്ന ഒന്നാണ് എന്ന് സയനിസ്റ്റ് നേതാക്കൾക്ക് തോന്നി. അവർ പീൽസ് കമ്മീഷൻ റിപ്പോർട്ടിനെ നിരസിച്ചു. എന്നാൽ അതിനുശേഷം 1937 അടുപ്പിച്ച് പലസ്തീൻ പ്രവിശ്യയിലെ അക്രമം പൂർവാധികം ശക്തി പ്രാപിച്ചു. ഒരു തരത്തിലുള്ള ജൂതരാഷ്ട്ര സങ്കല്പങ്ങളെയും തങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് അറബ് വംശജർ തീർത്തു പറഞ്ഞു. ഒപ്പം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണങ്ങളും വർദ്ധിച്ചു വന്നു. ജൂത സമൂഹങ്ങളും ഏത് സമയം വേണമെങ്കിലും ആക്രമിക്കപ്പെടും എന്ന അവസ്ഥയായി. ഇർഗുൺ, സ്റ്റെൻഗാങ് തുടങ്ങിയ സംഘങ്ങളെ ഉപയോഗിച്ച് സയനിസ്റ്റുകൾ തിരിച്ചടിച്ചു തുടങ്ങി. പാർട്ടീഷൻ പ്ലാൻ ഇരുപക്ഷവും തള്ളിയ സാഹചര്യത്തിൽ നാട്ടിൽ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് കണ്ടപ്പോൾ 1939 ബ്രിട്ടൻ ഒരു പുതിയ നയപ്രഖ്യാപനം തന്നെ നടത്തുന്നു. അവരൊരു ധവളപത്രം അഥവാ വൈറ്റ് പേപ്പർ പുറത്തുവിടുന്നു. കൊളോണിയൽ സെക്രട്ടറി മാൽക്കം മക്ഡൊണാൾഡ് തയ്യാറാക്കിയ അതിൻ്റെ ഡ്രാഫ്റ്റ് പലസ്തീനിലേക്കുള്ള യഹൂദ കുടിയേറ്റത്തിന് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അടുത്ത 5 വർഷത്തിനുള്ളിൽ ആകെ 75,000 പേരെ കൂടി മാത്രമേ, അതായത് വർഷാവർഷം 15,000 ജൂതന്മാരെ മാത്രമേ പലസ്തീനിലേക്ക് കുടിയേറാൻ അനുവദിക്കൂ എന്ന് ഈ ധവളപത്രം ക്ഷണിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ പരമാവധി പോയാൽ 25,000 ജൂതർക്ക് കൂടി അനുമതി കൊടുക്കാമെന്നും ഈ വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം കുടിയേറ്റം പരിപൂർണമായും നിർത്തലാക്കും. ഭൂരിപക്ഷത്തിന് അധികാരം കൈമാറുക എന്നൊരു ആശയവും ഇതേ വൈറ്റ് പേപ്പർ മുന്നോട്ട് വച്ചിരുന്നു. ഇത് ഭൂരിപക്ഷമായ അറബികളുടെ കീഴിലേക്ക് ഭരണത്തെ എത്തിക്കുകയും
ഭാവിയിൽ എന്തെങ്കിലും യഹൂദർക്ക് മേൽക്കൈ ഉണ്ടാകാനുള്ള സാധ്യതകളെ കടയോടെ പിഴുതെറിയുകയും ചെയ്യുമെന്ന് ജൂതർക്ക് ബോധ്യപ്പെട്ടു. അതിനിടയിലാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വരവുണ്ടാവുന്നത്. 1939 സെപ്റ്റംബർ 1 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെയാണ് രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധം കടുത്തു തുടങ്ങിയപ്പോൾ പലസ്തീനിലെ ജൂതന്മാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു: ഇപ്പോൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ടി വരില്ല. അന്നത്തെ സയനിസ്റ്റ് പക്ഷത്തിന്റെ മുഴങ്ങുന്ന ശബ്ദമായ ഡേവിഡ് ബെൻഗുരിയൻ അന്നൊരു തീപ്പൊരി പ്രസംഗം നടത്തി. അതിലെ ഏറെക്കുറെ വിരോധാഭാസം എന്ന് തന്നെ തോന്നിക്കുന്ന ഒരു പരാമർശം ഇങ്ങനെയായിരുന്നു: "We will fight with the British against Hitler as if there were no white paper. We will fight against white paper as if there were no war." ബ്രിട്ടീഷുകാർക്കൊപ്പം നിന്ന് ഹിറ്റ്ലർക്കെതിരെ പോരാടുമ്പോൾ അവർ നമുക്കെതിരെ വൈറ്റ് പേപ്പർ ഇറക്കിയ കാര്യം തൽക്കാലത്തേക്ക് നമ്മൾ മറക്കും. അതുപോലെ വൈറ്റ് പേപ്പറിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കേണ്ടി വരുമ്പോൾ നാട്ടിൽ യുദ്ധമാണ് എന്നതും നമ്മൾ മറന്നെന്നിരിക്കും എന്ന്. ഈ സാഹചര്യത്തിൽ പലസ്തീന്റെ മണ്ണിൽ ഹഗാന കൂടുതൽ സജീവമാകുന്നു. ബ്രിട്ടന്റെ നിയന്ത്രണങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് അവർ ജൂതന്മാരെയും ആയുധങ്ങളെയും കൂടുതലായി പലസ്തീനിലേക്ക് രഹസ്യമായി കടത്തിക്കൊണ്ടിരുന്നു. അവരുടെ ഓപ്പറേഷൻ വളരെ അപ്രവചനീയമായ രീതിയിലായിരുന്നു. ഉദാഹരണത്തിന് 4-5 കിലോമീറ്റർ മാത്രം അകലത്തിലുള്ള 2 കുഞ്ഞ് അപ്പാർട്ട്മെന്റുകളിലായി അവർ ടെല്ലവിവിൽ 2 വ്യത്യസ്ത ആസ്ഥാനങ്ങൾ സ്ഥാപിച്ചു. അതിനുശേഷം ബ്രിട്ടീഷുകാരെ കണ്ണുവെട്ടിക്കുന്നതിന് വേണ്ടി വളരെ റാൻഡമായി ഈ 2 ഓഫീസുകളിൽ നിന്നായിട്ട് മാറി പ്രവർത്തിച്ചു തുടങ്ങി. ഭാവിയിലേക്ക് വേണ്ടി ഒരു വ്യോമസേന കെട്ടിപ്പടുക്കാനും ഇക്കാലത്ത് ഹഗാന ശ്രമിക്കുന്നുണ്ട്. യഹൂദ കൃഷിയിടങ്ങളിൽ വിളകളിൽ മരുന്നടിക്കാൻ പറത്തിയിരുന്ന സിംഗിൾ ട്വിൻ എഞ്ചിൻ വിമാനങ്ങളിൽ തുടങ്ങിയ ആ ഒരു പരിശ്രമമായിരുന്നു ഭാവിയിലെ ഇസ്രായേലി എയർഫോഴ്സിന്റെ ആധാരശില. ഈ ഒരു ഘട്ടത്തിൽ വിൻസ്റ്റൺ ചർച്ചിലിനെ ബ്രിട്ടൻ യുദ്ധത്തിലെ നാവികസേനയുടെ ചുമതലയുള്ള ഫസ്റ്റ് ലോർഡ് ഓഫ് ദ അഡ്മിറാലിറ്റി ആയിട്ട് നിയമിച്ചതോടെ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമായി. വിദേശകാര്യ സെക്രട്ടറി ലോർഡ് ഹാലിഫാക്സിന്റെ അന്നുവരെയുള്ള നയം യഹൂദർക്ക് ബ്രിട്ടൻ ആയുധങ്ങൾ സപ്ലൈ ചെയ്യരുത് എന്നതായിരുന്നു. അതിന് വിരുദ്ധമായിരുന്നു ചർച്ചിലിന്റെ കാഴ്ചപ്പാട്. ഇഫ് ദ ജൂസ് വാണ്ട് ടു ഫൈറ്റ് ദ നാസീസ്, ഗിവ് ദം വെപ്പൺസ്, അറ്റ്ലീസ്റ്റ് ദേ ആർ നോട്ട് കില്ലിങ് അസ്. അതായത് നാസികളോടാണ് ബ്രിട്ടന്റെ യുദ്ധം. ജൂതന്മാർക്ക് നാസികളുമായിട്ട് പോരാടാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതിൽ തെറ്റില്ല. അവർ നമ്മോട് യുദ്ധത്തിന് വരുന്നില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം കരുതിയത്. ചർച്ചിലിന്റെ ഈ പ്രാഗ്മാറ്റിക് നയം ജൂതരിലേക്ക് അന്ന് ആയുധങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാട്രിയ ദുരന്തം ഉണ്ടാകുന്നത്. 1783 ജൂത അഭയാർത്ഥികളെ മൗറീഷ്യസിലേക്ക് നാടുകടത്താൻ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ശ്രമിച്ചപ്പോൾ ഹഗാന അതിനെ കണ്ടത് തങ്ങളോടുള്ള നയവഞ്ചന എന്നാണ്. ആ നീക്കം തടയാൻ വേണ്ടി അവരന്ന് ഹൈഫ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന പാട്രിയ എന്ന കപ്പലിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കുന്നു. കപ്പലിനെ പ്രവർത്തനരഹിതമാക്കി അതിന്റെ യാത്ര തടസ്സപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യമെങ്കിലും അവരുടെ കണക്കുകൂട്ടലുകൾ അമ്പെ പിഴച്ചു പോകുന്നു. അവർ ഉദ്ദേശിച്ചതിലും വളരെ ശക്തമായ ഒരു സ്ഫോടനം തന്നെ അന്ന് നടക്കുന്നു. കപ്പൽ മുങ്ങി 250-ലധികം ജൂത അഭയാർത്ഥികൾ അന്ന് കൊല്ലപ്പെടുന്നു. തങ്ങളുടെ പ്ലാനിങ്ങിലെ പിഴവാണ് അങ്ങനെ ദുരന്തത്തിലേക്ക് നയിച്ചത് എന്ന് ഹഗാന അവകാശപ്പെട്ടെങ്കിലും അത് ആർക്കും അത്രയ്ക്ക് വിശ്വസനീയമായിട്ട് തോന്നിയില്ല. അങ്ങനെ ഒരു ആക്രമണം വളരെ കരുതിക്കൂട്ടി തന്നെയാണ് ഹഗാന ചെയ്തത് എന്നുള്ള ആക്ഷേപങ്ങൾ അന്ന് ഉയർന്നു വന്നിരുന്നു. അതൊരു പക്ഷേ ബ്രിട്ടനുള്ള ഒരു താക്കീതാകാം. അതുപോലെ 250 യഹൂദരെ കുരുതി കൊടുത്തിട്ടാണെങ്കിലും ഭാവിയിലെ ആയിരക്കണക്കിന് ജൂത കുടിയേറ്റങ്ങൾക്കുള്ള വഴിയൊരുക്കുക എന്ന ഗൂഢ അജണ്ട ആയിരിക്കാം അന്നവിടെ നടപ്പിലായത് എന്നും അന്ന് പലരും പറഞ്ഞു. ഈ ആരോപണങ്ങൾ ഒരിക്കലും സയനിസ്റ്റുകൾ അംഗീകരിച്ചിട്ടില്ല എങ്കിലും അവരുടെ അന്നത്തെ പ്രവർത്തനങ്ങളുടെ ഒരു ഗോപ്യ സ്വഭാവം വെച്ച് ശരിയാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പോകെ ഫലസ്തീനിലെ അന്തരീക്ഷം കൂടുതൽ സംഘർഷഭരിതമായി. 1944 തുടക്കത്തോടെ അപ്പോഴും ബ്രിട്ടീഷ് മാൻഡേറ്റിന് കീഴിൽ പുലർന്നിരുന്ന പലസ്തീൻ നിരന്തര സംഘർഷങ്ങളിലേക്ക് വഴുതി വീണു. യൂറോപ്പിലെങ്ങും യഹൂദർ വംശഹത്യക്ക് ഇരയാവുന്ന ആ സാഹചര്യത്തിലും 1939 വൈറ്റ് പേപ്പറും പൊക്കിപ്പിടിച്ച് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ജീവനം കൊണ്ട് ഓടി വരുന്ന യഹൂദരെ പലസ്തീനിലേക്ക് കയറ്റാതെ മടക്കി അയക്കുകയാണ്. സയനിസ്റ്റുകളിൽ പലരും ഇതിനെ കണ്ടത് ബ്രിട്ടന്റെ ഭാഗത്തു നിന്നുള്ളൊരു വഞ്ചനയായിട്ടാണ്. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തി അണ്ടർഗ്രൗണ്ട് പോയിരുന്ന ഇർഗൂൺ എന്ന സായുധ സംഘടന 1944 ജനുവരിയിൽ വീണ്ടും പൂർവാധീന ശക്തിയോടെ സടകുഴഞ്ഞെഴുന്നേറ്റ് ബ്രിട്ടനെതിരെ കലാപാഹ്വാനം നടത്തുന്നു. എറെറ്റ്സ് ഇസ്രായേൽ എന്ന യഹൂദരുടെ പാരമ്പര്യ ഭൂമിയിൽ നിന്ന് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനെ ചവിട്ടി പുറത്താക്കി ഭരണം ഏറ്റെടുക്കണമെന്ന് അവർ വിളിച്ചു പറയുന്നു. മനഷം ബെഗിൻ മുന്നോട്ട് വെച്ച അവരുടെ നയം വളരെ വ്യക്തമായിരുന്നു. ബ്രിട്ടീഷ് ഓഫീസുകൾ, സൈനിക ആസ്ഥാനങ്ങൾ, റെയിൽവേ സ്റ്റേഷനുകൾ, പോലീസ് സ്റ്റേഷനുകൾ എന്നിവയ്ക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ ജൂത പ്രതിരോധം കൂടുതൽ അക്രമാസക്തമായതോടെ ബ്രിട്ടീഷ് ഭരണത്തിന് ഉന്നത തലങ്ങളിലേക്ക് പലസ്തീൻ പ്രശ്നമെത്തി. 1944 നവംബർ 4 സയനിസ്റ്റ് നേതാവായിട്ടുള്ള ഖൈം വൈസ്മാൻ ഭാവി പരിപാടികളെക്കുറിച്ച് സംസാരിക്കാൻ ചർച്ചിലിനെ ചെന്ന് കാണുന്നു. സയനിസ്റ്റ് ആശയങ്ങളോട് അനുഭവം പുലർത്തിയിരുന്ന ചർച്ചിൽ പക്ഷേ പലസ്തീനിൽ വർദ്ധിച്ചു വരുന്ന ജൂത തീവ്രവാദ പ്രവർത്തനങ്ങളിൽ അന്ന് കടുത്ത അതൃപ്തി പ്രകടിപ്പിക്കുന്നു. അക്രമങ്ങളെ അപലപിച്ച ചർച്ചിൽ വൈസ്മാനോട് എത്രയും പെട്ടെന്ന് തന്നെ
ബ്രിട്ടന്റെ മിഡിൽ ഈസ്റ്റ് നയങ്ങളുടെ ചുമതലക്കാരനായി ആയിടെ കെയ്റോയിൽ നിയമിതനായിട്ടുള്ള മിനിസ്റ്റർ റെസിഡന്റ് ലോർഡ് മൊയ്നയെ ചെന്ന് കാണാൻ പറയുന്നു. പക്ഷേ ഈ ലോർഡ് മൊയ്നെ അതിനൊക്കെ മുമ്പ് തന്നെ പലസ്തീനിലേക്കുള്ള ജൂത കൂട്ടക്കുടിയേറ്റങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടെടുത്ത ഒരാളായിരുന്നു. എന്തായാലും ചർച്ചിലിന്റെ നിർദ്ദേശം അനുസരിച്ച് ലോർഡ് മൊയ്നയെ ചെന്ന് കാണാനുള്ള അവസരമൊന്നും അന്ന് വൈസ്മാന് സിദ്ധിക്കുന്നില്ല. അവരുടെ കൂടിക്കാഴ്ച കഴിഞ്ഞ് വെറും 2 ദിവസത്തിനുള്ളിൽ 1944 നവംബർ 6 കെയ്റോയിൽ വെച്ച് ലോർഡ് മൊയ്നെ വധിക്കപ്പെടുന്നു. പലസ്തീൻ യഹൂദ തീവ്രവാദ സംഘടനയായിരുന്ന സ്റ്റേൺ ഗാങ്ങിന്റെ കൊലയാളികളാണ് അന്ന് അദ്ദേഹത്തെ ഉന്മൂലനം ചെയ്തു കളഞ്ഞത്. രണ്ടാം ലോക മഹായുദ്ധത്തിനിടെയും അതിനുശേഷവും തുടർച്ചയായ ജൂത വേട്ടയാടലുകൾ യൂറോപ്പിൽ നടന്നിട്ടും യുദ്ധത്തിൽ സഖ്യകക്ഷികളെ ജൂതന്മാർ ആളുമർത്ഥവും നൽകി കൈയച്ച് സഹായിച്ചിട്ടും പലസ്തീനിലേക്ക് വൻതോതിലുള്ള ജൂത കുടിയേറ്റം അനുവദിക്കില്ല എന്ന തങ്ങളുടെ നിലപാടിൽ നിന്ന് മാറാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. 1946 തുടക്കത്തോടെ ഓസ്ട്രിയയിൽ നിന്ന് ഇറ്റലി വഴി പലസ്തീനിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ജൂത അഭയാർത്ഥികൾ ഉപയോഗിച്ചിരുന്ന പ്രധാന രക്ഷാമാർഗം ബ്രിട്ടീഷ് അധികാരികൾ തടസ്സപ്പെടുത്തി. ബ്രിട്ടീഷുകാരും യഹൂദരും തമ്മിൽ തെറ്റിപ്പിരിയാൻ ഇത് കാരണമായി. സയനിസ്റ്റ് മിലിറ്റന്റ് സംഘടനകളിൽ നിന്ന് ബ്രിട്ടന് നേരെ തക്കം പാർത്തുള്ള ഒളിയമ്പുകളും വന്നു തുടങ്ങി. ബ്രിട്ടീഷ് സാന്നിധ്യമുള്ള നിരവധി ഇടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി. ആ കൂട്ടത്തിൽ ഒന്നാണ് നമ്മൾ ഈ ലക്കത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു വെച്ച ജെറുസലേമിലെ കിങ് ഡേവിഡ് ഹോട്ടൽ ബോംബിംഗ്. 1947 ഫെബ്രുവരി 15 അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങളെയും നിയന്ത്രിക്കാനാവാതെ പടർന്നുപിടിച്ച ആക്രമണങ്ങളെയും തുടർന്ന് പലസ്തീൻ പ്രശ്നം ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറുകയാണ് എന്ന് ബ്രിട്ടീഷ് സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. UN മുന്നിൽ വെക്കാൻ വേണ്ടി ജൂതന്മാരും പലസ്തീനി അറബ് വംശജരും തങ്ങളുടെ വാദങ്ങളും തയ്യാറാക്കാൻ തുടങ്ങി. വിഷയത്തിന്മേൽ ചർച്ച ചെയ്യുവാൻ മെയ് മാസത്തിന്റെ തുടക്കത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക സമ്മേളനം തന്നെ ആരംഭിക്കുന്നു. ഇറാഖിലെ ഡോക്ടർ ഫാദിൽ ജമാലിന്റെ നേതൃത്വത്തിൽ അറബ് പ്രതിനിധികൾ അതിൽ മുന്നോട്ട് വെച്ച പ്രധാന വാദം ഹിറ്റ്ലറുടെ കുറ്റകൃത്യങ്ങൾക്ക് വില നൽകേണ്ടവരല്ല പലസ്തീനിലെ അറബികൾ എന്നതായിരുന്നു. എന്നാൽ മെയ് 12 ഡേവിഡ് ബെൻഗൂറിയൻ നടത്തിയ മറുവാദവും വളരെ ശക്തമായിരുന്നു. ജൂത അഭയാർത്ഥികൾ അറബ് നഗരങ്ങളിലല്ല, മറിച്ച് പേറ്റാറ്റുക്വ, റിഷോൺ ലെസിയോൺ, ടെലവീവ്, ഹൈഫ, ജെറുസലേം, ഡിഗാന്യ, നെഗേവ് തുടങ്ങി പതിറ്റാണ്ടുകൾ അധ്വാനത്തിലൂടെയും ത്യാഗത്തിലൂടെയും സ്ഥാപിച്ചെടുത്ത ജൂത ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമാണ് കുടിയേറി പാർക്കുന്നത് എന്ന് അദ്ദേഹം വാദിച്ചു. മെയ് 15 UN പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടി 11 രാജ്യങ്ങളടങ്ങുന്ന UNSCOP അഥവാ സ്പെഷ്യൽ കമ്മിറ്റി ഓൺ പലസ്തീൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചു. മാസങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കും യാത്രകൾക്കും മൊഴിയെടുപ്പുകൾക്കും ശേഷം സെപ്റ്റംബർ 1 കമ്മിറ്റി തങ്ങളുടെ അന്തിമ റിപ്പോർട്ട് വെച്ചു. ജൂതർക്കും അറബികൾക്കുമായി 2 സ്വതന്ത്ര രാഷ്ട്രങ്ങളായി പലസ്തീനെ വിഭജിക്കണമെന്നും ജെറുസലേമിനെ ഇന്റർനാഷണൽ ട്രസ്റ്റിഷിപ്പിന് കീഴിൽ വെക്കണമെന്നും അത് ശുപാർശ ചെയ്തു. ജൂതരാഷ്ട്രത്തിൽ ഏകദേശം 5 ലക്ഷം ജൂതന്മാരും 4 ലക്ഷത്തിലധികം അറബികളും ഉൾപ്പെടുമ്പോൾ അറബ് രാഷ്ട്രത്തിൽ 7 ലക്ഷം അറബികളും ഏകദേശം 10,000 ജൂതന്മാരും ഉൾപ്പെടും എന്നായിരുന്നു അവരുടെ കണക്ക്. ജെറുസലേം ഈ 2 കൂട്ടർക്കും ഒരുപോലെ ആക്സസ് ചെയ്യാനുള്ള ഒരു പൊതുമിടമായിരിക്കുമെന്നും അവർ പറഞ്ഞു. അതിനെ ഒരു പ്രത്യേക ഇന്റർനാഷണൽ എൻക്ലേവായി സൂക്ഷിക്കും. പലസ്തീനി അറബ് ലീഡർഷിപ്പ് ഈ 2 നേഷൻ തിയറിയെ പാടെ തിരസ്കരിക്കുകയാണെന്നുണ്ടായത്. ജൂത നേതൃത്വത്തിന് ചില ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അതിർത്തികളെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സന്നദ്ധതയോടെ ഈ നിർദ്ദേശം അവർ അംഗീകരിച്ചു. 1947 നവംബർ 29 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ഈ നിർദ്ദേശത്തിനുമേൽ ഒരു വോട്ടെടുപ്പ് നടത്തി. 33 രാജ്യങ്ങൾ ഇതിനെ അനുകൂലിച്ചും 13 രാജ്യങ്ങൾ എതിർത്തും വോട്ട് ചെയ്തു. വോട്ടെടുപ്പിൽ നിന്ന് ബ്രിട്ടൻ അടക്കമുള്ള 10 രാജ്യങ്ങൾ വിട്ടുനിന്നു. സ്വതന്ത്രമായ 6 അറബ് രാജ്യങ്ങളും ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, തുർക്കി തുടങ്ങിയ മുസ്ലിം രാജ്യങ്ങളും ഇന്ത്യ, ഗ്രീസ്, ക്യൂബ എന്നിവ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങളും ഇതിനെ എതിർത്തു. അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, ഫ്രാൻസ്, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, പോളണ്ട്, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ ഈ നിർദ്ദേശങ്ങളെ പിന്തുണച്ചു. കഴിയുന്നത്ര വേഗത്തിൽ പരമാവധി 1948 ഓഗസ്റ്റ് 1 മുമ്പ് തന്നെ ബ്രിട്ടീഷ് അധികാരികളിൽ നിന്ന് ജൂത അറബ് നേതൃത്വങ്ങളിലേക്ക് അധികാരം കൈമാറണമെന്ന് UN പ്രമേയം അവ്യക്തമായി പ്രഖ്യാപിച്ചു വെച്ചു. എന്നാൽ ഈ വോട്ടെടുപ്പ് വെള്ളത്തിൽ വരച്ച വര പോലെയായിരുന്നു. ഇതിനു പിന്നാലെ അറബ് ലോകം കലാപകലുഷിതമായി. രക്തരൂഷിതമായ ഒരു ആഭ്യന്തര കലാപത്തിന്റെ തുടക്കം മാത്രമായിരുന്നു അത്. പ്രദേശത്തുള്ള ജൂതരുടെ താമസ സ്ഥലങ്ങൾക്ക് നേരെ അറബ് സായുധ സംഘങ്ങൾ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി. ഹഗാന ഒരു പ്രതിരോധ രഹസ്യ സംഘത്തിൽ നിന്ന് വിപുലമായ ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തോടു കൂടിയ സംഘടിതമായ ഒരു സൈനിക ശക്തിയായി രൂപാന്തരപ്പെടാൻ തുടങ്ങിയത് ഇത്തരം അക്രമങ്ങൾക്ക് തിരിച്ചടി കൊടുക്കാനായിരുന്നു. ഇങ്ങനെയുള്ള നിരന്തര സമ്മർദ്ദങ്ങളുടെ മൂശയിൽ നിന്നാണ് ഹമോസാദ്, ലെമോദയിൻ, ഉലസഫ്കിദിം, മെയുഹാദിം എന്നൊരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആദ്യകാല രൂപം ഉടലെടുക്കുന്നത്. അനിവാര്യതയിൽ നിന്ന് ജനിച്ച് യുദ്ധത്തിലൂടെ മൂർച്ച കൂട്ടിയ എലീറ്റ് ഇന്റലിജൻസ് നെറ്റ്വർക്കിനെ പിന്നീട് ലോകം മൊസാദ് എന്ന് വിളിച്ചു. ബ്രിട്ടീഷുകാരുടെ പിന്മാറ്റം ഏകദേശം ഉറപ്പായതോടെ ആ തീയതി ഒടുവിൽ നിശ്ചയിക്കപ്പെട്ടു. 1948 മെയ് 14 ഉച്ചതിരിഞ്ഞ് ടെലവീവ് മ്യൂസിയത്തിലെ ഒരു സാധാരണ ഹാളിൽ വെച്ച് ജൂതജനത തങ്ങളുടെ ഏൻഷ്യൻ ഹോംലാൻഡിന്റെ പുനർജനനം പ്രഖ്യാപിച്ചു. ദേശീയ ഗാനമായ ഹത്തിക്വായോടെയാണ് ആ ചടങ്ങ് ആരംഭിച്ചത്. തുടർന്ന് താൽക്കാലിക ഗവൺമെന്റിന്റെ പ്രധാനമന്ത്രിയും
പ്രതിരോധ മന്ത്രിയുമായി തീരുമാനിക്കപ്പെട്ട ഡേവിഡ് ബെൻഗൂരിയൻ മുന്നോട്ട് വന്ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ചു. അങ്ങനെ കലാപകലുഷിതമായ പലസ്തീന്റെ മണ്ണിൽ അക്രമങ്ങൾക്കും വെടിയൊച്ചകൾക്കും സ്ഫോടന ശബ്ദങ്ങൾക്കുമിടയിൽ ഒരു ബേബി റിപ്പബ്ലിക് പിറവിയെടുത്തു, ഇസ്രായേൽ. എന്നാൽ കഥ അവിടെ അവസാനിക്കുകയായിരുന്നില്ല. പുതിയ രാഷ്ട്രത്തിനു മുകളിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ അതിർത്തികൾക്ക് ചുറ്റും അറബ് സൈന്യങ്ങൾ അണിയറയിൽ പടയൊരുക്കം നടത്തുകയായിരുന്നു. അടുത്ത ലക്കത്തിൽ നമ്മൾ ഈജിപ്തിലെ ജമാൽ അബ്ദുൽ നാസറിന്റെ വളർച്ചയുടെ കഥ പറയും. തന്റെ നയങ്ങളും നിലപാടുകളും കൊണ്ട് അറബ് ലോകത്തെ പുനർനിർമ്മിച്ച ആ രാഷ്ട്രത്തലവന്റെ ഉദയത്തിലേക്കും അതിനെ തുടർന്നുണ്ടായ മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം തന്നെ മാറ്റിവരച്ച 6 ഡേ വാറിന്റെ ചരിത്രത്തിലേക്കും നമ്മൾ കടക്കും.